23-ാമത്തെ സൂത്രം. അശ്മാദിവച്ച തദനുപപത്തി പൂർവപക്ഷികൾ പറയുന്ന യുക്തിവിരോധം. അശ്മാദിവച്ച് കല്ല് മുതലായിക്കുള്ളതുപോലെ ആകുന്നു എന്നതിൽ വിരോധമില്ല. ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഇപ്പം ലോകത്തിലെ കല്ലുകൾക്കെല്ലാം പൃഥ്വിയിലൂടെയാണ്, പൃഥ്വിയിൽ നിന്നുണ്ടായതാണ്, പൃഥ്വിയാണ്. എങ്കിൽ കൂടിയും അവയ്ക്ക് ഈ വൈഡൂര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പല രത്നഭേദങ്ങളുമുണ്ട്. ഇപ്പോൾ ചില കല്ലുകളാണെന്നുണ്ടെങ്കിൽ ശാക്കളയും ഗോക്കളയും എറിഞ്ഞ് ഓടിക്കാൻ പറ്റിയ പരുവത്തിനുള്ളതാണ്. മറ്റേതാണെങ്കിൽ അമൂല്യമായിട്ടുള്ള നിധിയായിട്ട് ആൾക്കാർ തലയിൽ കൊണ്ട് നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ കോഹിനൂർ മാതിരിയുള്ള, അപ്പോൾ ഇങ്ങനെയുള്ള ഭേദങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്ന്. അപ്പം അതുകൊണ്ട് ഇതുപോലെ കാണണം ഈ പറഞ്ഞ ജീവഭേദങ്ങൾ എന്ന് സാരം. അപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അന്നരസം, കഴിക്കുന്ന എല്ലാ ഭക്ഷണം അന്നമാണ്. അപ്പോൾ ഈ അന്നത്തിൻ്റെ രസം അത് ഏകരൂപമാണ്. അപ്പോൾ ഈ കഴിക്കുമ്പോൾ രസം പല വിധത്തിലാണെന്നുണ്ടെങ്കിലും പക്ഷെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അത് അന്നരസം എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അന്നരസം അത് രക്തമാകുന്നു, മാംസമാകുന്നു, പിന്നെ തലമുടിയാകുന്നു, പല്ലാകുന്നു, ഇങ്ങനെ പലവിധ രൂപപരിണാമങ്ങൾക്ക് വിധേയമായിട്ടാണ് പ്രകടമാകുന്നത്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ ബ്രഹ്മത്തെ ഇപ്രകാരം ഈ പ്രപഞ്ച രൂപത്തിൽ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ കാണപ്പെടുന്ന ഈ വൈചിത്ര്യങ്ങളെല്ലാം തന്നെ ബ്രഹ്മത്തിൽ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് ഇവിടെ ഈ അന്നരസത്തിൽ രക്തവും മാംസവും ഒന്നുമില്ലല്ലോ, പക്ഷേ അതിൻ്റെ അതിൻ്റെ വികാരം മാറിക്കഴിയുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ കാരണമായ ബ്രഹ്മത്തിൽ ഈ നാനാത്വം, ഈ കാണപ്പെടുന്ന വൈചിത്ര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. ഇതാണ് അശ്മാദിവച്ച് തദനുപപത്തി എന്ന് പറഞ്ഞത്. അശ്മം എന്ന് പറഞ്ഞാൽ കല്ല്. അപ്പോൾ ഈ കല്ലിൻ്റെ വകഭേദങ്ങൾ ഭൂമി ഒന്നേ ഉള്ളൂ, പക്ഷേ ധാരാളം വിധത്തിലുള്ള ഈ കല്ലിൻ്റെ വകഭേദങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ രാജസ്ഥാൻ മാർബിൾ എന്ന് പറഞ്ഞുകൊണ്ട്, കടപ്പ കല്ല്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലവിധ ഭേദങ്ങളോട് കൂടിയിട്ട് പലവിധ ഉപയോഗങ്ങളായിട്ട് പലവിധ വിലകളായിട്ട് ഒക്കെ പ്രകടമാകുന്നത് പോലെ ഇതും എടുത്താൽ മതി എന്ന് സാരം. ഈ പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യങ്ങൾ. അടുത്തത് ഉപസംഹാര ദർശനാധികരണം. ഉപസംഹാര ദർശന നൈതി ചേത് ന ക്ഷീരവത് ഹി. ഉപസംഹാരം, ഇവിടെ ഉപസംഹാരം എന്ന് പറഞ്ഞാൽ ഉപസംഹൃതം, അതായത് ഉപകരണങ്ങളുടെ ഒരു സമാഹരണം എന്നുള്ള അർത്ഥത്തിലാണ് എടുത്തത്. അപ്പോൾ ഉപസംഹാരം എന്ന് പറഞ്ഞാൽ സമാഹരണം എന്നുള്ള അർത്ഥമാണ്. ഉപസംഹാര, അപ്പോൾ സമാഹാരം, സംഹാര എന്ന് പറയുന്നത് സംഹരിക്കൽ എന്നുള്ള അർത്ഥം, നശിപ്പിക്കൽ എന്നുള്ള അർത്ഥത്തിലല്ല. പകരം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകരണങ്ങളുടെ എല്ലാം കൂടെ ഒരു കൂട്ടായ്മ. അപ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം ഇവിടെ ആവശ്യമുണ്ട് എന്നൊരു സൃഷ്ടി നടത്തുമ്പോൾ, ഇതാണ് ഇവിടുത്തെ ആശയം. അപ്പോൾ ഈ സൃഷ്ടി നടത്തുമ്പോൾ, അതായത് നമ്മളൊരു ഘടത്തെ ഉണ്ടാക്കുമ്പോൾ അതിന് പല വിധത്തിലുള്ള ഘടകങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പം ചക്രം, ദണ്ട്, മണ്ണ്, ഇങ്ങനെ നൂല്, ഈ പടം ഉണ്ടാക്കുമ്പോൾ, വസ്ത്രം ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് പല ഘടകങ്ങൾ ആവശ്യമുണ്ട്. ഒരു ഘടം ഉണ്ടാക്കുമ്പോൾ പലവിധ ഘടകങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ കുലാലൻ്റെ ആവശ്യമുണ്ട്, പിന്നെ നെയ്ത്തുകാരൻ്റെ ആവശ്യമുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള എല്ലാം കൂടെ ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് സൃഷ്ടി സാധ്യമാവത്തുള്ളൂ. അങ്ങനെ സൃഷ്ടി സാധ്യമാവണമെങ്കിൽ പല ഘടകങ്ങൾ ആവശ്യമുള്ളതുപോലെ പ്രപഞ്ച സൃഷ്ടിക്കും പല ഘടകങ്ങൾ ആവശ്യമുണ്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ഈ ചക്രത്തിന് ദണ്ട് എന്നതുപോലെ, പിന്നെ ഘടത്തിന് ചക്രവും ദണ്ടും ആവശ്യമുള്ളതുപോലെ
ഇവിടെ പ്രപഞ്ച സൃഷ്ടിക്ക് എന്താണ് ദണ്ഡ്, എന്താണ് ചക്രം, ആരാണ് കുലാലൻ, ഇങ്ങനെയുള്ള പല വകഭേദങ്ങൾ വേണ്ടതില്ലേ. ഇതാണ് ഈ ഉപസംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ എന്നർത്ഥം. അല്ല, കാരണങ്ങൾ എന്ന് ഉപകരണങ്ങൾ എന്നർത്ഥം. അതാണ് അവിടുത്തെ ഉദ്ദേശിക്കുന്നത്, പല വിധത്തിലുള്ള ഉപകരണങ്ങൾ. അപ്പോൾ ഇതെല്ലാം വേണ്ടതില്ലേ. അപ്പോൾ അതിന് സമാധാനം പറയാണ് ന ക്ഷീരവദ്ധി എന്നുള്ളത്. അപ്പോൾ ക്ഷീരത്തെ പോലെ വേണ്ട, വേണ്ട ക്ഷീരത്തെ പോലെ. അത് ക്ഷീരത്തെ പോലെ എന്ന് പറഞ്ഞ ഇവിടെ ഉദാഹരണം, ഈ പാല് വെച്ച് കഴിഞ്ഞാൽ അത് തൈരാകുന്നു. അപ്പം തൈരാകാൻ വേണ്ടിയിട്ട് മറ്റ് ഘടകങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന്. അപ്പം പാല് സ്വയമേവ തന്നെ തൈരാകുകയാണ്, അല്ലാതെ മറ്റേതെങ്കിലും ഒന്നിനാൽ തൈരാക്കപ്പെടുകയല്ല എന്ന് സാരം. അപ്പോൾ ഇത് നമ്മൾക്ക് അപ്പം ഇതിനകത്ത് പല ഈ ചൂട് വേണ്ടേ, ഉറയൊഴിക്കാൻ മറ്റ് തലേദിവസത്തെ തൈര് വേണ്ടേ എന്നൊക്കെയുള്ള. അപ്പോൾ ഇവിടെ തൈരെന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് പാല് വികാരം രൂപമാറ്റം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപമാറ്റം വന്നത് നമുക്ക് കഴിക്കാൻ പാകത്തിലുള്ള രൂപമാറ്റം വരുത്തിയെടുക്കുന്നു നമ്മൾ. അല്ലാതെ രൂപമാറ്റം വന്നു കഴിഞ്ഞാൽ ആ ഒരു മാറ്റത്തിന് ഇവിടെ ഒരു പ്രത്യേക ഈ താപനിലയിലാണ് ആ രൂപമാറ്റം വന്നു എന്ന് വിചാരിക്കുക. ഒരു സമയം കഴിയുമ്പോൾ, കാലം കഴിയുമ്പോൾ ഒരു താപമാറ്റം എങ്ങനെയോ വന്നു എന്ന് വിചാരിക്കുക. അവിടെ ഈ പാലിനകത്തേക്ക് ഇവയ്ക്കൊന്നും പ്രവേശനമില്ല. അതേമാതിരി അതിൻ്റെ പാലിനെ ഒരു തരത്തിലും ഇവ ഈ അകത്തിരുന്നു കൊണ്ട്, പാലിനുള്ളിലിരുന്നു കൊണ്ട് സ്വാധീനിച്ചില്ല എന്ന് സാരം. പുറമേ നിന്നുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഭാഗമായിട്ട് ഉള്ളത്. ഇവിടെ ഒരു പരാപേക്ഷത്വം എന്ന് പറയുന്നത് പാലിന് തൈരാവാൻ വേണ്ടിയിട്ട് ചൂട് എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് എന്നുണ്ടെങ്കിൽ, ചൂടുണ്ടെങ്കിൽ പാല് ചൂടോടുകൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തൈരാവണം, അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ അത് തൈര് ആകാനുള്ള ഒരു സാധ്യത പാലിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് തൈരാകുന്നത്. വെള്ളം ചൂടോട് വെച്ചു, അത് തൈരാകുന്നില്ല. എണ്ണ ചൂടോടുകൂടി വെച്ചു, എണ്ണ തൈരാകുന്നില്ല. മറ്റൊരു സാധനങ്ങളും അവിടെ തൈരാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ തൈരാവണമെന്നുണ്ടെങ്കിൽ പാല് തന്നെ വേണം എന്നുള്ളത്. അപ്പോൾ പാലാണ് തൈരാകുന്നത്. അപ്പോൾ പാലിന് അന്യാപേക്ഷത്വം അവിടെ തൈരാവാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഒന്നും ഉണ്ടായില്ല എന്ന്. അതേസമയം ഘടത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അപ്രകാരമല്ല സംഭവിക്കുന്നത്. ഘടത്തിന് ഈ കുലാലൻ്റെയും ചക്രത്തിൻ്റെയും ദണ്ഡിൻ്റെയും അതേമാതിരി പിന്നെ ഈ കുലാലൻ്റെ വിജ്ഞാനം, അതാണ് കുലാലൻ എന്ന് പറയുമ്പോൾ അതിന് പ്രവൃത്തിയുമുണ്ട് വിജ്ഞാനമുണ്ട്, ഇങ്ങനെ പലവിധ സാധനങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ അവിടെ പാല് തൈരായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല എന്ന്. അവിടെ അതായത് ഒരു സൃഷ്ടാവായിട്ട് ഈ തൈരിനെ സൃഷ്ടിക്കുന്നവനായിട്ട് ഒരാളവിടെ വേണ്ടി വന്നില്ല. അത് സ്വയമേവ തന്നെ തൈരായതാണ്, പാല് തൈരായത്. അപ്പോൾ അപ്രകാരമാണ് ഇവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി എന്ന് സാരം. അതാണ് സ്വയമേവ സാധ്യമാണോ, അത് ബ്രഹ്മം പ്രപഞ്ചമാകുക സാധ്യമാകുമോ എന്ന ചോദ്യത്തിൻ്റെ സമാധാനമാണ് അവിടെ ആകും ഉപകരണങ്ങളുടെ അപേക്ഷ കൂടാതെ എന്നുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുമല്ലോ എന്നാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാധ്യമാകുന്നു എന്ന് പറയുമ്പോഴാണ് ദേവന്മാരുടെ സൃഷ്ടി പോലെ. അത് ദേവന്മാരുടെ സൃഷ്ടിക്ക് ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല, അവരുടെ സങ്കല്പത്താൽ തന്നെ അവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പം ദേവന്മാർക്ക് സങ്കല്പത്താൽ സൃഷ്ടിക്കുന്നു. ദേവന്മാർ, ഗന്ധർവന്മാർ, പിന്നെ പിതൃക്കൾ, ഇവരൊക്കെ എന്ന് പറയുന്നത് സങ്കല്പത്താൽ, ഋഷിമാർ, ഇവരൊക്കെ സങ്കല്പത്താൽ സൃഷ്ടിക്കുന്നതാണ്. നമുക്കറിയാം, വിശ്വാമിത്ര മഹർഷി തൃശങ്കുവിന് ഒരു സ്വർഗം ഉണ്ടാക്കി കൊടുത്തു, സങ്കല്പത്താൽ മാത്രമാണ്. അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് മറ്റൊരിടത്തു നിന്ന് എടുത്തിട്ട് അവിടെ ഒരു സൃഷ്ടി ഉണ്ടാക്കിയതല്ല. സ്വർഗമുണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചു, സ്വർഗമുണ്ടായി, അത്രയേ ഉള്ളൂ. ഇനി അതിലേക്ക് ഈ തൃശങ്കു പോകട്ടെ എന്ന് സങ്കല്പിച്ചു, തൃശങ്കു പോയി, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിപ്പോൾ ഇതേമാതിരി അതാണ് അടുത്ത സൂത്രം പറയുന്നത്. ദേവാദപി ലോകേ, ലോകത്തിൽ ദേവാദിവത് അപി എന്ന്, ദേവന്മാരെ പോലെ, ദേവന്മാരുടെ സൃഷ്ടി എന്നതുപോലെ. അതായത് നമുക്ക് ഇവിടെ ഈ പരാപേക്ഷത്വം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്, ഉപകരണങ്ങളുടെ ആവശ്യം വേണ്ടേ എന്നുള്ളതാണ്. കുലാലന് ഘടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൃത്ത് വേണം, പിന്നെ ചക്രം വേണം, ദണ്ഡ് വേണം.
പിന്നെ വെറും വൃത്ത് പോലെ അതിനകത്ത് വെള്ളം ഒഴിച്ചത് കുഴച്ചതിൻ്റെ പാകപ്പെടുത്തണം. ഇങ്ങനെ പലവിധ ഘടകങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഇവിടെ ആവശ്യമില്ല ദേവന്മാരുടെ സൃഷ്ടിയിൽ. അപ്പോൾ നമുക്ക് ഋഷി വിശ്വാമിത്ര മഹർഷിയുടെ സ്വർഗ്ഗലോക സൃഷ്ടി തന്നെ നോക്കിയാൽ മതി. ഒരു സ്വർഗ്ഗലോകത്തെയാണ് സൃഷ്ടിച്ചത്, ഒരു പൂമാലയല്ല സൃഷ്ടിച്ചത്. ഒരു സ്വർഗ്ഗലോകം എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തെ തന്നെ സൃഷ്ടിക്കുന്നു, വെറും സങ്കല്പത്താൽ സാധിക്കുന്നു വിശ്വാമിത്ര മഹർഷി. അപ്പോൾ അതുപോലെയാണ് ദേവന്മാരുടെ മറ്റ് സൃഷ്ടികളൊക്കെ നമുക്കത് പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ധാരാളം കാണാം. ഇപ്പം നമുക്ക് അനുഗ്രഹവർഷം, ഇപ്പം അനുഗ്രഹിച്ചു. ഇപ്പോൾ ഈ നമ്മൾ ശങ്കരാചാര്യർ സുവർണ നെല്ലിക്കയുടെ വർഷം ഉണ്ടാക്കി. ഒരു എന്താണ് ഈ ഇതുണ്ടല്ലോ, അങ്ങനെ ഒരു മന്ത്രം, ഒരു സ്തുതി. അപ്പോൾ ഈ സ്തുതിയോട് കൂടിയിട്ട് അവിടെ സുവർണ നെല്ലിക്ക വർഷിച്ചു എന്നാണ്. അപ്പം അങ്ങനെ സുവർണ നെല്ലിക്ക വർഷിച്ചു കഴിയുമ്പോൾ മറ്റു സ്ഥലത്തിരുന്ന സുവർണമൊന്നുമല്ല, അത് സങ്കല്പത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് സ്ഥലം. അല്ലെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം വരും, മറ്റൊരാളുടേത് അപഹരിച്ചതാണെന്നുള്ളത് വരും. അല്ലെങ്കിൽ ഇതെങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി വച്ചിരിക്കുന്ന സ്വർണം എടുത്തിട്ടുള്ളതല്ല എന്നുള്ളത്, അതൊരു കൺകെട്ട് മായാജാലം എന്നിവയിൽപ്പെട്ടതല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്വല്ലേഴ്സിൻ്റെയും സ്റ്റാമ്പ് അടിക്കാത്തതാണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരും. അപ്പോൾ അത് മറ്റുള്ളവരുണ്ടാക്കിയത് അതല്ലത്. അപ്പോൾ ഇതാണ് സങ്കല്പത്താലുള്ള സൃഷ്ടി. അപ്പോൾ ഇതേമാതിരിയുള്ള ഈ പുരാണങ്ങളിലും നമുക്ക് രാമായണം തുടങ്ങിയിട്ടുള്ള കൃതികളിലും ഒക്കെ ധാരാളം നമുക്ക് ഈ മാതിരിയുള്ള കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ആധുനിക കാലത്ത് കാണുന്നില്ലല്ലോ എന്ന്. ആധുനിക കാലത്തിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ല. നമ്മൾ പുരാണ ഇതിഹാസങ്ങളുടെയൊക്കെ സങ്കല്പ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ളത്. ഇനി അഥവാ ഇനി ആധുനിക കാലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം വേറെ രീതിയിൽ ഒക്കെയാണ് പ്രകടമാകുന്നത്. വേറെ രീതിയിൽ ഏത് പ്രകടമാകുന്നത്, ഇപ്പം നമ്മൾ ഈ ചിത്രങ്ങൾ കാണുന്നത് മാതിരി. അന്നത്തെ കാലത്ത് ചിത്രങ്ങളില്ലായിരുന്നു. അന്ന് ദീർഘദൃഷ്ടി ദിവ്യ സങ്കല്പം കൊണ്ട് കാണിച്ചു കൊടുത്തു എന്നുള്ളത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്നു. ഇതിനകത്ത് ഈ മാതിരിയുള്ള കാര്യങ്ങൾ ഇപ്പം നടക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെയാണ് പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഉപകരണങ്ങളുടെ ആവശ്യമില്ലായിരുന്നു, സങ്കല്പം കൊണ്ട് സാധിക്കാമായിരുന്നു എന്ന് നമ്മൾ ആ കഥയോടെ സ്വീകരിച്ചിരിക്കുന്നു. ഇത്രമാത്രം. പിന്നെ അല്ലെങ്കിൽ ദേവന്മാരുടെ അസ്തിത്വം അംഗീകരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല ദേവന്മാരെ തന്നെ നിഷേധിച്ചിട്ട് പോകുന്ന, തല്ലിനുമേറെ പരമൊന്നുമില്ലെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ദേവന്മാരെയൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അല്ലാതെ കേവലം ഈ ബ്രഹ്മവും പിന്നെ കാണപ്പെടുന്ന ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായ ലോകവും ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊന്നുമില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. ബ്രഹ്മം ഞങ്ങൾക്ക് വിരോധമില്ല, പിന്നെ ഈ കാണപ്പെടുന്ന ലോകവും മറ്റൊന്നും സാധ്യമല്ല എന്ന് പറയുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ വേദത്തിനെ പ്രമാണമായിട്ട് സ്വീകരിക്കാത്തവരാണ്. വേദത്തിനെ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നവർ ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ വേദത്തിൽ ദേവന്മാരെക്കുറിച്ചും സ്വർഗാദി ലോക ഭേദങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ അവയൊക്കെ തന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുക്കാം നമുക്ക്. ലോകത്തിൽ ദേവന്മാർ, പിതൃക്കൾ, ഋഷിമാർ മുതലായ മഹാപ്രഭാവമുള്ളവരും ചേതനാവാന്മാരുമായിരുന്നിട്ടും അവർക്ക് ബാഹ്യമായിട്ട് അവർക്ക് യാതൊരുവിധ ബാഹ്യാപേക്ഷയും കൂടാതെ അവരുടെ സ്വന്തം ഐശ്വര്യത്താൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ശക്തിയാൽ, സങ്കല്പശക്തിയാൽ ബഹുവിധ ശരീരങ്ങൾ അവർ സ്വീകരിക്കുന്നു. രഥങ്ങൾ, പ്രസാദങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ ആവശ്യം പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കഠോപനിഷത്തിൽ യമധർമ്മരാജാവ് പറയുന്നു, ഇമാ രാമ സരഥാ സതൂര്യാഹ. ഇങ്ങനെ, അതായത് നിനക്ക് എന്തെല്ലാം വേണമെങ്കിലും ഇത് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് സങ്കല്പം മാത്രമേ തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് കാണാം. ഈ സരസ്വതി ദേവി, ലക്ഷ്മി ദേവിയുടെ കയ്യിൽ നിന്നും സ്വർണ്ണവർഷമൊക്കെ ഉണ്ടാകുന്നു. അതേമാതിരി അപ്പം ഇങ്ങനെ അനുഗ്രഹം കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ കാണിക്കുന്നു. ചിത്രം കാണിക്കുമ്പോൾ അനുഗ്രഹ രൂപത്തിൽ കൈ ഇങ്ങനെ കാണിക്കുന്നു, കയ്യിൽ നിന്ന് സ്വർണ്ണവർഷം ഉണ്ടാകും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാപേക്ഷത്വമൊന്നുമില്ല. അപ്പം അതൊക്കെ ഈ ദേവ സങ്കല്പ സൃഷ്ടിയുടെ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ഇത്രയും വന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രകരണം, അതായത് ഇതര വ്യപദേശ അധികരണം എന്ന് പറയുന്ന ഈ അധികരണം അവസാനിച്ചു. ഇനി അടുത്തത് കൃഷ്ണപ്രസക്ത്യധികരണം, 26ാമത്തെ സൂത്രം. കൃഷ്ണപ്രസക്തിർ നിരവയവത്വ
ശബ്ദകോപോ വാ. അപ്പം കൃഷ്ണപ്രസക്തി, കൃഷ്ണ പരിപൂർണമായിട്ട് സമ്പൂർണമായിട്ട് അത് കാര്യരൂപമായിട്ട് ഭവിക്കും എങ്ങനെയാണെങ്കിൽ കൃഷ്ണപ്രസക്തി. അപ്പം പൂർണ്ണമായിട്ട് ബ്രഹ്മം പൂർണ്ണമായിട്ട് പ്രപഞ്ചമായിട്ട് പരിണമിക്കും എന്നാണെങ്കിൽ നിരവയവത്വ ശബ്ദകോപ്പോവാ. അപ്പം അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പം ബ്രഹ്മത്തിൻ്റെ നിരവയവത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാവത്തില്ല, ശ്രുതി പറഞ്ഞിരിക്കുന്നത് ശരിയാവത്തില്ല എന്ന്. നിരവയത്വം ഇപ്പം നമുക്ക് ശ്രുതിയിൽ കാണുന്നുണ്ട്. നിഷ്കളം നിഷ്ക്രിയം ശാന്തം നിരവധ്യം നിരഞ്ജനം ശ്വേതാശ്വതരം 6:19 പറയുന്നുണ്ട്. നിഷ്കളം കലകളില്ലാത്തത്, അവയവങ്ങളില്ലാത്തത്. നിഷ്ക്രിയം ക്രിയയില്ലാത്തത്. ശാന്തം ശാന്തമായത്. നിരവധ്യം നിരവധ്യം ദോഷമൊന്നുമില്ലാത്തത്. നിരഞ്ജനം ഒന്നിനോടും ചേർച്ചയില്ലാത്തത്. ഇപ്പം ഇപ്രകാരമൊക്കെ നമുക്ക് കാണുന്നുണ്ട്. നിർവികാരം നിർഗുണം തുടങ്ങിയിട്ടുള്ള ശബ്ദങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ അതിനകത്ത് സഗുണം ആണെങ്കിൽ സാവയവമുണ്ട്, ഇവിടെയാണെങ്കിൽ നിരവയവമാണ്. നിർഗുണം നിരാകാരം എന്ന് പറഞ്ഞാൽ നിരവയവമാണ്, നിരാകാരം എന്ന് പറഞ്ഞാൽ നിരവയവമായി. ആകാരമില്ല. അപ്പോൾ ഈ ആകാരമില്ലായ്മ ബ്രഹ്മത്തിന് പറഞ്ഞിരിക്കെ സാകാരമാണ് പ്രപഞ്ചം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും ബ്രഹ്മം പ്രപഞ്ചമായി എന്നത് രീതിയിലായിപ്പോകും. ബ്രഹ്മത്തിന് അവയവമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അംഗം ആയിട്ട് ഒരു അംശമായിട്ട് എടുത്തിട്ട് അത് പ്രപഞ്ചമായി, ബാക്കിയുള്ളത് ത്രിപാദസ്യ ഊർധ്വം എന്നുള്ള ത്രിപാദം ഊർധ്വത്തിലാണ് കിടക്കുന്നത്. പാദോ അസ്യ വിശ്വാനി ഭൂതാനി എന്നുള്ള രീതിയിൽ ഒരു പാദം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനായി 4/3 ഭാഗവും ഈ ഊർധ്വമായിട്ട് ബ്രഹ്മമായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഒരു ഭാഗം പ്രപഞ്ചമാകുകയും ബാക്കി 3 ഭാഗങ്ങളും 4/3 ഭാഗങ്ങളും ബ്രഹ്മമായിട്ട് തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഒരു ഭാഗകൽപ്പന വന്നല്ലോ. അപ്പം ഭാഗം വന്നു കഴിയുമ്പോൾ എവിടെയാ അവയവത്വമാണ്. അംശി എന്നുള്ള ആ ഒരു വ്യത്യാസം വരുന്നു. ഒരംശം എത്ര വലിയ അംശമാവട്ടെ അല്ലെങ്കിൽ ചെറിയ അംശമാവട്ടെ, ഒരു അംശമായി, ഒരു ഭാഗമായി, അല്ലെങ്കിൽ ഒരു കലയായി. അപ്പോൾ ഈ നിഷ്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയില്ലാത്തതാണ്. നിരവയവം എന്ന് പറഞ്ഞാൽ അവയവമില്ലാത്തതാണ്. ഇങ്ങനെ വരുമ്പോൾ അത് സാധ്യമല്ലാതായിട്ട് വരും എന്ന്. ചുരുക്കത്തിൽ ബ്രഹ്മത്തിന് ഒന്നുകിൽ ബ്രഹ്മമായിട്ടിരിക്കാം, അല്ലെങ്കിൽ പ്രപഞ്ചമായിട്ടിരിക്കാം. രണ്ടിലേതെങ്കിലും ഒന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നിരവയവത്വം നിഷ്കളത്വം തുടങ്ങിയിട്ടുള്ളതുണ്ട്. സമ്പൂർണ്ണമായിട്ട് പ്രപഞ്ചം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിനെ കൃഷ്ണം എന്ന് പറയുന്നത്. അപ്പം കൃഷ്ണം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് പ്രപഞ്ചമായി എന്ന് പറഞ്ഞാൽ അവിടെ നിരവയവത്വം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അവയവമില്ലാത്ത ബ്രഹ്മം സാവയവമായ പ്രപഞ്ചമായിട്ട് തീർന്നത് എങ്ങനെയാണെന്നുള്ളതിന് സമാധാനം പറയേണ്ടി വരും. അതേമാതിരി ശബ്ദകോപോവാ, ശ്രുതി ഇത്രയും നേരം ആവർത്തിച്ച് പല വിധത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മ നിർവചനത്തിന് വിരോധവുമായിട്ടും വരും. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ തുടങ്ങിയിട്ടുള്ള രീതിയിലാണ് ബ്രഹ്മത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ബ്രഹ്മത്തെയാണ് നിരവയം നിർഗുണം നിരാകാരം നിത്യം നിർമ്മലം ശാന്തം തുടങ്ങിയിട്ടുള്ള രീതിയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ ശബ്ദങ്ങൾക്കൊന്നും അർത്ഥമില്ലാത്തതായിട്ട് വരും. അങ്ങനെ വരുമ്പം പിന്നെ ആ ശബ്ദങ്ങളെ മുഴുവനും നമുക്ക് ഈ രാജാവിനെ പുകഴ്ത്തുന്നത് പോലെ അങ്ങ് വീരനാണ്, ശൂരനാണ്, പരാക്രമിയാണ്, ആളിനെ എഴുന്നേക്കാൻ പോലും വയ്യാതെ തളർന്നു കിടക്കുന്ന ആളിൻ്റെ അടുത്ത് പോയിട്ട് വേണം ഈ പ്രശംസിക്കാൻ ആളുണ്ട്. വീരനും ശൂരനും പരാക്രമിയും ഈ ശത്രുക്കളുടെ ഹൃദയത്തെ സിംഹനാദം കൊണ്ട് പിളർത്തുന്നവനും എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിനെ ആൾക്കാർ പ്രശംസിക്കുന്നത് പോലെ വെറും പ്രശംസാവാചകം മാത്രം, അർത്ഥരഹിതമായിട്ടുള്ള പ്രശംസാവാചകം മാത്രമായിട്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശംസാവാചകങ്ങൾ ധാരാളമുണ്ട്. പല പ്രശംസാപത്രങ്ങളിനകത്ത് ഇതേമാതിരി എഴുതി എല്ലാവരെയും കേൾപ്പിക്കാറുമുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് ലോകത്ത് ധാരാളം സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ചിലതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ സത്യമായിരിക്കാം. ചിലതൊക്കെ എന്ന് പറയുന്നത് അത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക്, ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ചാർത്തി കൊടുക്കുന്ന പല പട്ടങ്ങളുമുണ്ട്. പണ്ടത്തെ കാലത്ത് പട്ടങ്ങളെന്ന് പറയുന്ന അവാർഡുകളെന്ന് പറയും. അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് അതെല്ലാം അവരുടെ കഴിവുകളെല്ലാം പ്രകടമാക്കിക്കൊണ്ടുള്ള പലതും പറയും. പക്ഷെ അതിനകത്തൊന്നും അർത്ഥമില്ല. അപ്പോൾ ഇതേമാതിരിയായി പോവും ഈ ബ്രഹ്മനിർവചന വാക്യങ്ങൾ, നിർവചന ശബ്ദങ്ങൾ മുഴുവനും, അല്ലെങ്കിൽ ആ മന്ത്രങ്ങൾ മുഴുവനും അവിടെ
ഈ തെറ്റായി എന്ന് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അതിനെയാണ് പറയുന്നത് ശ്രുതി കോപ്പം എന്ന് പറയുന്നത്. അതിനെയാണ് ശബ്ദകോപോവ എന്ന് പറയുന്നത്. ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി കോപം ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത്? ദിവ്യോ ഹ്യമൂർത്ത പുരുഷ സ ബാഹ്യാഭ്യന്തരോ ഹ്യജഃ. അപ്പം ദിവ്യ ഹി അമൂർത്ത പുരുഷ. ഇപ്പം അമൂർത്ത എന്നുള്ളതാണ് ഇവിടുത്തെ വാക്ക്. അപ്പോൾ അമൂർത്ത എന്ന് പറഞ്ഞാൽ നിരവയവ ആണ് അമൂർത്ത. മൂർത്തമാണെങ്കിൽ സാവയവമാണ്, അമൂർത്തമാണെന്നുണ്ടെങ്കിൽ നിരവയവമാണ്. അവയവങ്ങളൊന്നും സാധ്യമല്ല അമൂർത്തമായിട്ടുള്ളത്. അതേമാതിരി ഇതം മഹദ്ഭൂതമനന്തമപാരം വിജ്ഞാനഘനഃ ഏവ എന്നുള്ളത്. അപ്പോൾ അവിടെ വിജ്ഞാനഘനഃ എന്നാണ്, വിജ്ഞാനമാണ് സ്വരൂപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിജ്ഞാനം സ്വരൂപമായി കഴിഞ്ഞാൽ വിജ്ഞാനത്തിന് എവിടെയാണ് ഈ അവയവം സാധ്യമാവുക? സാധ്യമല്ല എന്ന്. അപ്പോൾ ഇപ്രകാരം നമുക്ക് അസ്തൂലം, അനണു, ഈ മാതിരിയുള്ള പ്രയോഗങ്ങളാണ് ബൃഹദാരണ്യം 3:8 അസ്തൂലം, സ്ഥൂലമല്ലാത്തത്, അനണു, അണുവല്ലാത്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളതൊന്ന് ആക്കിയാലോ എന്ന്. അസ്തൂലവും സ്ഥൂലമല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിപ്പമില്ലാത്തതും, പിന്നെ അനണു എന്ന് പറഞ്ഞാൽ ചെറിയ അണുവല്ലാത്തതുമായിട്ടുള്ള ഇടയ്ക്കത്തിലുള്ള ഒരു ഭാഗത്തിന് മധ്യമത്തിലുള്ള, അങ്ങനെയല്ല, അതെല്ലാം നിരസിച്ചു എന്നുള്ളതാണ്. അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന് വേറൊരിടത്തുണ്ട്. അത് അണോരണീയാൻ മഹതോ മഹീയാൻ, അണുവിലും അണുവാണ്, മഹത്തിലും മഹത്താണ് എന്ന് ഒരു ശ്രുതി പറഞ്ഞിരിക്കെ, കാഠക ശ്രുതി പറഞ്ഞിരിക്കെ അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോർനിഹിതം ഗുഹായാം എന്നുള്ളതാണ് അടുത്ത്. വേറൊരു ശ്രുതി പറയുന്നത് അതുപോലെ അല്ലല്ലോ പറയുന്നത്, അസ്തൂലം അനണു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ബൃഹദാരണ്യത്തിൽ. അപ്പം ബൃഹദാരണ്യത്തിൽ എന്താ? അസ്തൂലം, സ്ഥൂലമല്ലാത്തത്, അനണു, അണു അല്ലാത്തതെന്നാണ് പറയുന്നത്. അണോരണീയാൻ എന്നാണ് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത്, അണുവിലും അണുവായിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അണുവല്ലാത്തത്, അനണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അണോരണീയാനും മഹതോ മഹീയാനും കൂടെ ചേർത്ത് വായിക്കണം. അപ്പോൾ അണുവിലും അണുവായിട്ടുള്ളത്, വലുതിലും വലുതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അത് അണുവുമല്ല മഹത്തുമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം രണ്ടും കൂടെ, രണ്ട് ശബ്ദങ്ങൾ, വിരുദ്ധങ്ങളായ രണ്ട് ശബ്ദങ്ങൾ ഒരേ ആധാരത്തിന്മേലാണ്, ഒരേ വസ്തുവിന്മേലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ വിരുദ്ധമായിട്ടുള്ള രണ്ടും കൂടെ ഒരിടത്ത് നിൽക്കുക സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അസ്തൂലം അനണു, അങ്ങനെ വരുമ്പോൾ അതിനെ പറയുന്നത് സ്ഥൂലമല്ലാത്തത്, അണുവല്ലാത്തത് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഇടയ്ക്കുള്ളത് എന്നുള്ളതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബൃഹദാരണ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം വാക്യങ്ങൾ നമുക്ക് ശ്രുതിയിൽ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ നിരവയവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രഹ്മത്തിനിരിക്കെ ഇവിടെ ബ്രഹ്മം പ്രപഞ്ചമായി തീർന്നു എന്ന് പറയുക സാധ്യമല്ല എന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം വരും എന്നുള്ളത്. അപ്പം ചുരുക്കത്തിൽ ഇപ്പം എങ്ങനെയാണ്, ഇപ്പം എന്താ പറയാൻ സാധിക്കുക എന്ന്, അതായത് ബ്രഹ്മത്തിൻ്റെ ഒരംശം, മുമ്പ് പറഞ്ഞല്ലോ, ഒരംശം പ്രപഞ്ചമായി, ബാക്കിയുള്ളത് പ്രപഞ്ചമാവാതെ ബ്രഹ്മമായിട്ടിരിക്കുന്നു എന്ന് പറയുക സാധ്യമല്ലാതെ വരും. കാരണം ഈ മാതിരിയുള്ള നിരവയത്വം ഉള്ളത് കൊണ്ട്. ഈ മുഴുവൻ ബ്രഹ്മവും പ്രപഞ്ചമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മമേ ഇല്ല എന്ന് പറഞ്ഞേണ്ടി വരും. ബ്രഹ്മമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മത്തിന് സത്യം ജ്ഞാനം അനന്തത്തിലെ സത്യം ശബ്ദത്തിന് പിന്നെ അർത്ഥമില്ലാണ്ടായി വരും. ഇതാണ് ഇതിനകത്തെ പ്രശ്നം വരുന്നത്. സത്യത്തിനൊരർത്ഥമുണ്ടല്ലോ, ത്രികാലേപി യത്തിഷ്ഠതി തത്സത്യം, 3 കാലത്തിലും എന്നുള്ളതാണ്. 3 കാലത്തിലും യാതൊരുവിധ മാറ്റവും കൂടാതെ നിൽക്കുന്നതിനെയാണ് സത്യം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അത് 3 കാലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സൃഷ്ടിക്ക് മുമ്പ് ബ്രഹ്മം സത്തായിരുന്നു, അതിനുശേഷം സൃഷ്ടിയായി ബ്രഹ്മം, പിന്നെ ഇപ്പോൾ ഈ പ്രപഞ്ചമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സത്യം ജ്ഞാനം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ വാക്യങ്ങൾക്കും യോജിക്കാത്തതായിട്ട് വരും. അപ്പോൾ ഇതേമാതിരി അപ്പോൾ എന്തു പറയുമെന്നാണ് ഇവിടെ. അപ്പോൾ അതേമാതിരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബ്രഹ്മം സമ്പൂർണ്ണമായിട്ട് പ്രപഞ്ചമായി വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ബ്രഹ്മത്തിനെ ആത്മാവാരേ ദ്രഷ്ടവ്യ, ശ്രോതവ്യ, മന്തവ്യ, നിധിധ്യാസിതവ്യ എന്ന് പറയുന്നതിന് അർത്ഥമില്ലാണ്ടായി വരും. കാരണം ആത്മാവിനെ അറിയണം, ആത്മാവെന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ, ബ്രഹ്മത്തിനെ അറിയണം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ദ്രഷ്ടവ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആ ദ്രഷ്ടവ്യയ്ക്ക് പലതരത്തിൽ പല വാക്ക് ഈ ട്രാൻസ്ലേഷനും പലതും കൊടുക്കും. കാണേണ്ടതാണ്, പിന്നെ അനുഭവിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ശബ്ദ അർത്ഥങ്ങൾ കൊടുക്കും. അവിടെ ദ്രഷ്ടവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയേണ്ടതാണ് അർത്ഥം എടുത്താൽ മതി.
ദ്രഷ്ടവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം കാണേണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനദൃഷ്ട്യ എന്ന് പറയേണ്ടി വരും. ജ്ഞാനദൃഷ്ട്യ ആ ദൃഷ്ടി അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് ജ്ഞാനത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ജ്ഞാനത്താൽ എന്നുള്ളതും എടുക്കണം, ജ്ഞാനകരണത്താൽ എന്നല്ല. അപ്പം ശ്രോത്രാദികൾ ജ്ഞാനകരണങ്ങളാണ്, അത് വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവായി പ്രപഞ്ചത്തെ ആത്മാവാക്കി മാറ്റണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് പരിണതവ്യ എന്നുള്ളതല്ലല്ലോ. സ്വയം എന്താണ് ഈ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ പരിണമിപ്പിക്കണം ബ്രഹ്മമായിട്ട്. അതായത് അവനവനെ തന്നെ ദേഹം തൻ്റെ ദേഹവർത്തിയായിട്ടുള്ള ഒരുവനാണല്ലോ ഇരിക്കുന്നത്. അവൻ ദേഹം ആത്മാവാക്കി മാറ്റുക, പിന്നെ മനസ്സിനെ ആത്മാവാക്കി മാറ്റുക, ഇന്ദ്രിയങ്ങളെ ആത്മാവാക്കി മാറ്റുക. ഇത് ആത്മാവാക്കി മാറ്റാൻ ഇതെന്താണ്? ഒരുവൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന സാധനമാണ് ഈ ആത്മാവാക്കി മാറ്റുന്നത്. ശരീരത്തെ ഞാൻ ആത്മാവാക്കി മാറ്റുന്നു എന്തർത്ഥത്തിലാണ് ഈ പറയുന്നതെന്ന് മാത്രം അറിയത്തില്ല. ആർക്കും അങ്ങനെ സാധ്യമാകത്തില്ല. അതുതന്നെ ആത്മാവിൻ്റെ പരമാത്മാവിൻ്റെ നിർവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ അസ്ഥൂലം അനണു തുടങ്ങിയിട്ടുള്ള വാക്ക് ആത്മാസ്യ ജന്തോർനീതം ഗുഹായം എന്നുള്ളതിൻ്റെ മുമ്പ് പറഞ്ഞിരിക്കുന്നത് അണോരണീയാൻ മഹതോ മഹീയാനും. അപ്പോൾ അണുവും മഹത്തിലും മഹത്വമായിട്ട് ഈ ശരീരത്തിനെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത്? ഈ പ്രപഞ്ചത്തിനെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത്? എന്തർത്ഥത്തിലാണ് പറയുന്നത്? ഇത് ഉണക്കി പൊടിക്കണം, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്? ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുവൻ ഈ പ്രപഞ്ചത്തെ ബ്രഹ്മമാക്കി മാറ്റാൻ സാധ്യമല്ല. ഇനി അവനവനെ തന്നെ എന്ന് പറഞ്ഞു, അവനവനെ തന്നെയും ബ്രഹ്മമാക്കുക സാധ്യമല്ല. അവനവനെ എന്ന് പറയുമ്പോൾ അവനവൻ്റെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെയാണല്ലോ ഈ അവനവനെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്നും തന്നെ ബ്രഹ്മമാക്കുക സാധ്യമല്ല എന്നുള്ളത്. അതായത് പരിണമിപ്പിക്കൽ എന്ന് പറയുന്നത് സാധ്യമല്ല എന്നുള്ളത്. അതായത് ഉണ്ടാക്കിയെടുക്കൽ. ഇപ്പം പ്രപഞ്ചമാക്കി മാറ്റപ്പെട്ടു, ഇനി മാറ്റപ്പെട്ട പ്രപഞ്ചത്തിനെ വീണ്ടും ബ്രഹ്മമാക്കി മാറ്റണം എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അതായത് പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും. മാറ്റിയാലേ ആത്മാവാരെ ദ്രഷ്ടവ്യ മന്തവ്യ സോദർ ഈ പറഞ്ഞതിന് പിന്നെ അർത്ഥമില്ലാണ്ടായി പോകും. കാരണം ദ്രഷ്ടവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണണം എന്ന് പറഞ്ഞാൽ അറിയണം എന്നുള്ളതല്ല. ജ്ഞാനദൃഷ്ട്യ ദ്രഷ്ടവ്യ എന്നുള്ളത്. അപ്പോൾ അത് അറിയണം അല്ലെങ്കിൽ കാണണമെന്ന് പറയുമ്പോൾ അവിടെ ഉള്ളതല്ലേ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഉണ്ടാക്കി അറിയണമെന്നല്ലല്ലോ പറഞ്ഞത്. അതാണ് അപ്പോൾ ഉണ്ട് എന്നുള്ളത്. എങ്ങനെ? ബ്രഹ്മമായിട്ട് തന്നെയുണ്ട്, അല്ലെങ്കിൽ ആത്മാവായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ടാണ് ദ്രഷ്ടവ്യ എന്ന് പറയാൻ സാധിക്കുന്നത്. ആ ദ്രഷ്ടവ്യ എന്ന് പറഞ്ഞത് എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതിനാണ് ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസ്തവ്യ കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് സാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രഷ്ടവ്യ ആണ് സാധിക്കേണ്ടത് എന്ന് പറയുന്നത്. ഉപായമാണ് ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസ. ശ്രോതവ്യ അപ്പോൾ അതെങ്ങനെയാണ്? ആദ്യം കേൾക്കണം എന്നാണ് പറഞ്ഞത്. ശ്രോതവ്യ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കേട്ടിട്ട് കാര്യമില്ല എന്ന് സാരം. അപ്പം കേൾക്കേണ്ടത് കേട്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ബ്രഹ്മത്തെ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്ത് കേൾക്കണം? അപ്പം അതാണ് ശ്രുതി കോപഹ എന്നിവിടെ പ്രയോഗമുണ്ടല്ലോ. അപ്പം ശ്രുതിയിലാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മ നിർവചനം കിടക്കുന്നത് ശ്രുതിയിലാണ്. അതുകൊണ്ട് ശ്രുതിയാണ് കേൾക്കേണ്ടത് എന്ന്. അപ്പോൾ അത് വ്യക്തമാക്കിയിരിക്കുകയാണ് അടുത്ത സൂത്രത്തിൽ. ശ്രുതിയാണ് കേൾക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇങ്ങനെ ഈ ആത്മാവാരെ ദ്രഷ്ടവ്യ ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു പൂർണ്ണമായ പദ്ധതി തന്നെ ശ്രുതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ശ്രുതിപ്രസിദ്ധം ബ്രഹ്മ എന്നുള്ളത്. ലോകപ്രസിദ്ധമല്ല ബ്രഹ്മ എന്ന്. അപ്പോൾ ലോകപ്രസിദ്ധം ശ്രുതിപ്രസിദ്ധം ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ശ്രുതിപ്രസിദ്ധം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ശ്രുതിയിൽ മാത്രമാണ് ബ്രഹ്മത്തിൻ്റെ അസ്തിത്വത്തെ സ്ഥാപിച്ചിരിക്കുന്നത്, ലോകത്തിൽ അല്ല എന്ന്. അപ്പോൾ ലോകപ്രസിദ്ധമായിട്ട് ഇപ്പം വേറെ എന്താ ഉള്ളത്? ലോകപ്രസിദ്ധമായിട്ട് പല കാര്യങ്ങളുണ്ട്.
അപ്പം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോകപ്രസിദ്ധമാണ്, ഈശ്വരൻ ലോകപ്രസിദ്ധമാണ്. ഇപ്പം ശ്രുതി പ്രസിദ്ധമാണ് ബ്രഹ്മം എന്നുള്ളത് പോലെ ലോകപ്രസിദ്ധമായിട്ട്, അതായത് ഒരുവൻ സങ്കല്പിക്കുകയാണ്, യാതൊരു വിധത്തിലുള്ള ശ്രുതിബോധവുമില്ല. ഒരുവൻ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭാഷയിൽ ഏത് വാക്ക് പ്രയോഗിച്ചു, ഈശ്വരനുണ്ട് എന്നവനോട് സങ്കല്പിച്ചു, ഇത് ഈശ്വരനാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അല്ലെങ്കിൽ ഒരു ശബ്ദം മുഴക്കി, അല്ലെങ്കിൽ ഒരു ശബ്ദം കേട്ടു, ഇത് ഈശ്വരൻ്റെ ശബ്ദമാണ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിചിത്ര രൂപം കണ്ടു, അത് ഈശ്വര രൂപമാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈശ്വര സങ്കല്പങ്ങൾ ഉണ്ടാക്കിയിടുന്നല്ലോ. അപ്പം നമുക്ക് ഇവിടെ സർവർക്കും സങ്കല്പിക്കാൻ സാധ്യമാകുന്ന ഒന്നാണ് ഈശ്വരൻ. ഒരാളുടെയും സങ്കല്പം സാധ്യമല്ലാത്ത ഒന്നാണ് ബ്രഹ്മം. ഇതാണ് ഈശ്വരനും ബ്രഹ്മവും തമ്മിലുള്ള വ്യത്യാസം. അപ്പം സർവസങ്കല്പ സമന്വയത്വം നമുക്ക് ഈശ്വരേ എന്ന് പറയാം. അജ്ഞശ്ച അവിവിജ്ഞശ്ച, അവർക്കും രണ്ടുപേർക്കും സാധ്യം. അജ്ഞനും വിജ്ഞനും സങ്കല്പം ഈശ്വരന്മേൽ സാധ്യമാണ്. അതുകൊണ്ട് ഈശ്വര സങ്കല്പം എന്ന് നമുക്ക് പറയാം. നമുക്ക് സങ്കല്പിക്കാം ഈശ്വരനെ എന്ന് പറഞ്ഞു. അജ്ഞൻ്റെ സങ്കല്പവും വിജ്ഞൻ്റെ സങ്കല്പമായാലും സങ്കല്പത്തിലാണ് ഈശ്വരൻ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈശ്വരനെ അതായത് സൃഷ്ടാവായിട്ട് ചിലർ സങ്കല്പിക്കുന്നു, ചിലർ സംഹാരകർത്താവായിട്ട് സങ്കല്പിക്കും. ഇങ്ങനെ പല വിധത്തിൽ സങ്കല്പിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ചില ശബ്ദങ്ങൾ, ഇപ്പം ശ്രുതിയിലുള്ള ചില ശബ്ദങ്ങൾ എടുത്തുകൊണ്ട് അങ്ങനെ സങ്കല്പിക്കുന്നു. ഇപ്പം നമുക്ക് ശ്രുതിയിലാണെങ്കിൽ ഇപ്പം നിർഗുണം നിരാകാരം വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പം എന്ത് സങ്കല്പിക്കാൻ സാധിക്കുന്നു? ഒരു ഈശ്വരനെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കത്തില്ല. നിർഗുണം നിരാകാരം, നിർഗുണത്തെ സങ്കല്പിക്കുക. നിർഗുണത്തെ എങ്ങനെയാണ് സങ്കല്പിക്കുന്നത്? എന്തെങ്കിലും ഗുണമുണ്ടെങ്കിലല്ലേ സങ്കല്പിക്കാൻ പറ്റും. നീലം എന്ന് പറഞ്ഞുകൊണ്ട് നീല നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല നിറത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. ഇപ്പം എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിലേ സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഈശ്വരനെ നമുക്ക് പല വിധത്തിലും സങ്കല്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈശ്വരനെ സർവാതീതം എന്നൊരു ശബ്ദം ശ്രുതിയിലുണ്ട്, അതെടുത്തു വിചാരിക്കുക. അപ്പോൾ ആ സർവാതീതം, അതായത് വിജ്ഞൻ സർവാതീതം എന്നുള്ള ശബ്ദം എടുത്തു. അല്ലെങ്കിൽ എന്താണ്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നുള്ള ആ ഒരു വാക്യം എടുത്തു, ഗീതയിൽ നിന്ന് എടുത്തൊരു വാക്യം എടുത്തു. അപ്പം ഹൃദ്ദേശേ എന്ന് പറയുമ്പോൾ ഹൃദയം എന്ന് പറയുന്നതിനെ സങ്കല്പിക്കാൻ സാധിച്ചു. പിന്നെ ഹൃദ്ദേശേ എന്നുള്ളതിനകത്താണെന്നുണ്ടെങ്കിൽ മധ്യേ വാമനമാസീനം, അല്ലെങ്കിൽ അങ്കുഷ്ടമാത്ര പുരുഷ എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ. അങ്കുഷ്ടമാത്ര പുരുഷൻ എന്ന് പറയുമ്പോൾ തള്ളവലിൻ്റെ വലിപ്പത്തിലുള്ള പുരുഷൻ. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നുള്ള രീതിയിൽ അതുമായിട്ട് ചേർത്ത് പിടിച്ചു. അപ്പം ഹൃദ്ദേശത്തിൽ അങ്കുഷ്ടമാത്ര പുരുഷൻ എന്നുള്ള രീതിയിൽ ഒരു സങ്കല്പം ഒരുവൻ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് അതിനകത്ത് അവൻ്റെ അറിവിൽ വെച്ചുകൊണ്ട്, കിട്ടിയ അറിവ് വെച്ചുകൊണ്ട് ഒന്ന് സങ്കല്പിച്ചു. ആ വലിപ്പത്തിൽ ഈശ്വരനെ സങ്കല്പിച്ചിട്ട് അവിടെ ജ്യോതിസായിട്ട് സങ്കല്പിച്ചു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ആദിത്യനായിട്ട് സങ്കല്പിച്ചു, അല്ലെങ്കിൽ ചന്ദ്രനായിട്ട് സങ്കല്പിച്ചു. പിന്നെ അവിടെ സങ്കല്പിക്കാൻ ഏതെങ്കിലും ഒരു രൂപത്തെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ വാമനാകാരം, ഒരു ആകാരത്തെ സങ്കല്പിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പുരാണ മൂർത്തികളെ സങ്കല്പിച്ചു, കൃഷ്ണ രൂപത്തെ സങ്കല്പിച്ചു. ഇങ്ങനെ ഓരോ രീതിയിലുള്ള സങ്കല്പങ്ങളൊക്കെ സാധ്യമാകുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ സാധ്യമാകുന്നു. ഇനി ഇതുമായിട്ട് ഈ പുരാണവും വേദവുമായിട്ടൊന്നും ബന്ധമില്ലാത്തവർ അവരുടെ കിട്ടിയിരിക്കുന്ന അറിവ് വെച്ചുകൊണ്ട് അവർക്ക് മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ സ്വയം സങ്കല്പിച്ച് വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർ സങ്കല്പിച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള ശബ്ദങ്ങളും അവർക്ക് കൊടുക്കുന്നു. അപ്പം പല ഭാഷകളിലും ഇപ്പം നമുക്ക് ഈ ലോകത്തിലുള്ള ഭാഷകളെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഭാഷകളുണ്ട്. അവരവരുടെ ഭാഷകളിൽ അവരെന്തൊക്കെയോ സങ്കല്പിച്ച് അർത്ഥവും കൊടുത്ത് അതാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു ആരാധനാക്രമവും ഉണ്ടാക്കി വെച്ചിട്ട് ഇതെല്ലാത്തിനേക്കാളും ഈ നാമവും ഈ രൂപവും, അല്ലെങ്കിൽ ഈ രൂപമില്ലാത്ത നാമം, അല്ലെങ്കിൽ ഈ നാമമില്ലാത്ത രൂപം, അല്ലെങ്കിൽ ഈ നാമവും രൂപവും കൂടെ ചേർന്നത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാത്തതാണ്, ഈ ആജ്ഞകളെല്ലാം കൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഈ ആജ്ഞകൾ കൽപ്പിക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം സങ്കല്പങ്ങൾ ചേർത്ത് വെച്ച് കൊടുത്തു എന്നുള്ളത്. ഒരു ഈശ്വരനെ സങ്കല്പിച്ചു, അതിനുശേഷം ഈശ്വരൻ കൽപ്പനകൾ ഉണ്ടാക്കി കൊടുത്തതായിട്ട് സങ്കല്പിച്ചു, നിർദ്ദേശങ്ങൾ കൊടുത്തതായിട്ട് സങ്കല്പിച്ചു. ഇതൊന്നും സങ്കല്പമല്ല, ഇത് സത്യമായിട്ട് പറഞ്ഞതാണെന്ന് സങ്കല്പിച്ചു. അങ്ങനെയും വരുമല്ലോ, ഈശ്വരൻ വന്ന് പറഞ്ഞതാണ് എന്നങ്ങോട്ട് എന്ന് സങ്കല്പിച്ചു വെച്ചു. അങ്ങനെ പറയുമ്പോൾ അത് സങ്കല്പമല്ല, സത്യമാണെന്ന് എന്നാര് പറഞ്ഞു? എന്ന് ഇന്നയാൾ പറഞ്ഞു. ആള് പറഞ്ഞത് സത്യമാണെന്ന് നമ്മൾക്ക് വിശ്വസിച്ചുകൊള്ളണം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ അല്ലാതെ ഓരോരുത്തരോടും വന്നിട്ട് ഞാൻ ഇന്നയാളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് സത്യമാണ് കേട്ടോ, അവൻ പറയുന്ന സത്യമാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെടുത്തും വന്ന് പറയുന്നില്ല. അപ്പം പിന്നെ അവരെടുത്ത് വന്ന് പറഞ്ഞതായിട്ട് സങ്കല്പിച്ചത് നമ്മൾ പോയിക്കൊള്ളണം എന്നുള്ളത്. അത് വീണ്ടും അപ്പം
സങ്കല്പമായി എന്ന്. അപ്പം മറ്റൊരാൾ പറയുന്നത് സത്യമാണെന്നുള്ള സങ്കല്പത്തിന്മേൽ അവർ പറഞ്ഞിരിക്കുന്ന ഈശ്വരൻ സത്യമാണ് എന്നത് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ സാധ്യമാണ് ഇതെല്ലാം, പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നതൊന്നും ബ്രഹ്മത്തിൻ്റെ കാര്യത്തിൽ സാധ്യമല്ല. അതുകൊണ്ടാണ് സർവസങ്കല്പ വിവർജിതം ബ്രഹ്മ എന്ന് പറയുന്നത്. സർവസങ്കല്പ സമന്വയം ആണ്, അല്ലെങ്കിൽ സർവസങ്കല്പ സാധകം എന്നൊക്കെ നമുക്ക് പറയാം. സങ്കല്പ സഹിതം ആണ് ഈശ്വരൻ എന്ന് പറയാം. പക്ഷെ സർവസങ്കല്പ വിവർജിതം, ഒരു സങ്കല്പവും സാധ്യമല്ലാത്തതാണ് ബ്രഹ്മം എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എങ്ങനെയാണ്? അണോരണീയാൻ മഹതോ മഹിയാൻ, എന്ത് സങ്കല്പമാണ് സാധ്യമാകുന്നത്? അസ്ഥൂലമനണു, എന്ത് സങ്കല്പമാണ് സാധ്യമാകുന്നത്? നിർഗുണം നിരാകാരം, എന്ത് സങ്കല്പമാണ് സാധ്യമാകുന്നത്? പ്രജ്ഞാനം ബ്രഹ്മ, പ്രജ്ഞാനം സങ്കല്പിച്ചോളാൻ, എന്ത് സങ്കല്പമാണ് പ്രജ്ഞാനത്തിനെ കുറിച്ച് പറയുക? എന്ത് ഒരു പ്രജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ എന്ത് ജ്ഞാനമാണ്? അതിന് നിർവചനം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ നിർവചനത്തിനനുസരിച്ച് പോകണം, എങ്കിൽ മാത്രമേ പ്രജ്ഞാനം എന്നുള്ളത് ഐതരേയോപനിഷത്തിനകത്താണെന്നുണ്ടെങ്കിൽ ആ പ്രജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് കാണാം. അതേമാതിരി എന്താണ് അവിടെ പ്രജ്ഞാനം എന്നുള്ളതിനെ കാണാം. പിന്നെ ഇവിടെ മാണ്ഡൂക്യോപനിഷത്തിൽ പ്രജ്ഞാനം എന്താണെന്നുള്ളത് കാണാം. പ്രജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൃഹദാരണ്യത്തിൽ പലയിടത്തും ഇങ്ങനെ പല പ്രജ്ഞാനത്തെ നിർവഹിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പോയി നോക്കണം. അപ്പം അങ്ങനെ ശ്രുതികളിലാണ് അവിടെ ബ്രഹ്മത്തെ നിർവഹിച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് ശ്രുതിപ്രസിദ്ധമാണ് ബ്രഹ്മ എന്ന് പറയുന്നത്, ലോകപ്രസിദ്ധമല്ല എന്ന്. അപ്പം അങ്ങനെ അതുകൊണ്ട് ശ്രുതേസ്തു ശബ്ദമൂലത്വാത് 27ാമത്തെ സൂത്രം. സ്തു സന്ദേഹത്തെ നിരാകരിക്കാൻ വേണ്ടിയിട്ട്, സംശയമില്ലാത്ത വണ്ണം പറഞ്ഞിരിക്കുകയാണ്. ശ്രുതേഹേ ശ്രുതിയുണ്ട്, ശബ്ദമൂലത്വാത് ബ്രഹ്മസ്വരൂപബോധം ശ്രുതിയിൽ നിന്നും മാത്രമേ സത്യമാവത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അത് ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്ത് പഠിക്കുന്നവർക്ക് മാത്രമേ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുകയുള്ളൂ. ബ്രഹ്മജ്ഞാനം കൊണ്ട് മാത്രമേ സത്യാവബോധം ഉണ്ടാവത്തുള്ളൂ. കാരണം ബ്രഹ്മമാണ് സത്യം എന്നുള്ളത്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നുള്ളത്. അപ്പം സത്യം എന്ന് പറയുന്നത് ബ്രഹ്മമാകിയാൽ സത്യത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവബോധം മാത്രമേ സാധ്യമാവൂ. ബ്രഹ്മാവബോധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശ്രുതി മൂലത്വാ, ശ്രുതിയിൽ കൂടെ മാത്രമേ, ശ്രുതി മൂലം ആണ് എന്നുള്ളത്. ശ്രുതിയാണ് അതിൻ്റെ ഹേതു, ശ്രുതിയാണ് അതിൻ്റെ കാരണം, ശ്രുതിയിലാണ് ഉള്ളത് എന്നർത്ഥം. അപ്പം ശ്രുതിയിൽ തന്നെ ഇങ്ങനെ പല പല വാക്യങ്ങൾ നമുക്ക് കാണാം. അതായത് ഈ പൂർണ്ണബ്രഹ്മം ജഗത്തായി എന്ന് പറയുന്നത് അല്ല എന്ന് മുമ്പ് പറഞ്ഞല്ലോ. ഏത്? കൃഷ്ണപ്രസക്തി, പൂർണ്ണമായിട്ട് ബ്രഹ്മം ജഗത്തായി മാറി, കൃഷ്ണം ബ്രഹ്മ ജഗത്തായി, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. കാരണം ശ്രുതിയിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സേയം ദേവത ഐക്ഷത ഹന്താഹം ഇമാഹ തിസ്രോ ദേവതാഹ അനേന ജീവന ആത്മനാനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി. ഇങ്ങനെയാണ് ശ്രുതിയിൽ കിടക്കുന്നത്. അതായത് ആ ദേവത, അത് ഈ ദേവത എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ്. ആ ദേവത ഐക്ഷത, ഇത് ഛാന്തോഗ്യം 6:3-2 പറയുന്നത്. ആ ദേവത ഐക്ഷത, ഐക്ഷത എന്ന് പറഞ്ഞാൽ ആലോചിച്ചു എന്നർത്ഥം. ഈക്ഷിച്ചു എന്ന്, ഈക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ദർശിച്ചു എന്ന് പറഞ്ഞു. അതായത് ജ്ഞാനം ആണ്. ഈക്ഷത എന്നുള്ളതിൻ്റെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനവൃത്തി വന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഐക്ഷത ആലോചിച്ചു എന്നവിടെ നമ്മൾ കാണുമ്പോൾ ഒരു വ്യക്തി ഇരുന്ന് ആലോചിച്ചതുപോലെയുള്ള ആലോചനയായിട്ടുള്ള അർത്ഥം എടുക്കരുത് എന്നത്. തപസാചീയതേ ബ്രഹ്മ, ഇങ്ങനെ തപസ് ചെയ്തിട്ട് ബ്രഹ്മം വർദ്ധിച്ചു. അപ്പോൾ അവിടെ തപസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തപസ് പോലെയുള്ള അർത്ഥം എടുക്കരുത്. അവിടെ തപ ആലോചനെ എന്നർത്ഥമാണ്. അവിടെ ഇത് മുണ്ടകോപനിഷത്തിൽ തപ ആലോചനെ, അവിടെ ആലോചനെ എന്ന് പറയുന്നതും ഇവിടെ ഈ ഐക്ഷത എന്ന് പറയുന്നതും രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. ഐക്ഷത, അതുകൊണ്ടാണ് ആലോചിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹന്ത എന്ന് പറയുന്നത് ഒരു ശബ്ദം ഈ സന്തോഷത്തെ സൂചിപ്പിക്കും. ഹന്ത അഹം ഇമാഹ തിസ്രോ ദേവതാഹ, ഇമാഹ തിസ്രോ ദേവതാഹ, അതാ ഈ 3 ദേവന്മാർ. എന്താണ് ഈ 3 ദേവന്മാർ?
ആ 3 ദേവന്മാരെ കുറിച്ച് പറയുന്നത് ജലം, അഗ്നി, ഭൂമി, ഈ കാണുന്ന 3 ദേവതമാർ. അപ്പം ഭൂമി, അഗ്നി, ജലം. അതായത് നമുക്ക് ഈ പഞ്ചഭൂതങ്ങളിനകത്തെ ഈ ആകാശവും വായുവും വിട്ട ശേഷം ബാക്കിയുള്ള 3, അതിനെയാണ് ഇവിടെ ദേവന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ദേവത എന്ന് പറയുമ്പോൾ ഇവിടെ എത്തി എന്നുള്ളത്. അതാണ് ദേവതകൾ എന്നുള്ളത്. ഈ 3 ദേവതകളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു എന്ന് ആണ് ഇവിടെ സങ്കല്പിച്ചത്. അപ്പം ഐക്ഷത, അപ്പം 3 ദേവതകളെ ചിന്തിച്ചു, ആ ദേവതകൾ ആയി. ദേവതകൾ ഉണ്ടായി എന്ന് സാരം. അതായത് ജലം എന്ന് സങ്കല്പിച്ചു, ജലമായി. അതായത് നമ്മൾ മുമ്പ് കണ്ടു, ദേവന്മാർ സങ്കല്പിക്കുന്നത് പോലെ, ഋഷിമാർ സങ്കല്പിക്കുന്നത് പോലെ എന്ന് കണ്ടില്ലേ? അതുപോലെ സൃഷ്ടിയെടുത്താൽ മതി എന്നർത്ഥം. അല്ലാതെ ബ്രഹ്മ ഇനിയും പ്രപഞ്ചമായിട്ട് അങ്ങ് മാറി എന്നുള്ള അർത്ഥത്തിൽ എടുക്കണ്ട. കാരണം ഇവിടെ ബ്രഹ്മ തപസാചീയത്തെ ബ്രഹ്മ തതോന്നമഭിജായത്തെ എന്നുള്ള തപസ്സിനാൽ ബ്രഹ്മം ചീയത്തെ വർദ്ധത്തെ, തപസ്സുകൊണ്ട് ആലോചനയാൽ ബ്രഹ്മം വർദ്ധിച്ചു. തതഹ, അതിൽ നിന്നും അന്നമുണ്ടായി. അന്നം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടുന്നതായിട്ടുള്ള സൃഷ്ടിയുടെ ആരംഭത്തിനെയാണ് കാണിക്കുന്നത്. തതോന്നമഭിജായത്തെ. അന്നാത് പ്രാണോ മനസ്സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇമാലോകാഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പോകുന്നുണ്ട്. അന്നത്തിൽ നിന്ന് പ്രാണൻ, മനസ്സ്, സത്യം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മുണ്ടകോപനിഷത്തിലെ മന്ത്രം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 3 ദേവതകൾ, ആ 3 ദേവതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാ? അഗ്നി, ജലം, പൃഥ്വി. ഇവയെ അനേന ജീവന, അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ദേവത അനേന ജീവേന ആത്മന അനുപ്രവിശ്യ, ഈ ജീവാത്മാവായിട്ട് ഞാനതിൽ പ്രവേശിച്ചിട്ട് എന്ന് ആര് പറഞ്ഞു? ബ്രഹ്മം പറഞ്ഞു. അപ്പം ബ്രഹ്മത്തിൻ്റെ സങ്കല്പത്താൽ 3 ദേവതകളുണ്ടായി. ആ ദേവതകളിലേക്ക് ഞാൻ ജീവാത്മാവായിട്ട് പ്രവേശിച്ചിട്ട് നാമരൂപേ വ്യാകരവാണി, ഈ നാമരൂപങ്ങളെ വിസ്തരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാമരൂപാത്മകമായ പ്രപഞ്ചമായിട്ട് ഞാനിതിനെ വർദ്ധിപ്പിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ ഏതാ? പൃഥ്വി ദേവതയായിട്ട് അനുപ്രവേശിച്ചു എന്ന് സാരം. പൃഥ്വി ദേവതയായിട്ട്, അതായത് അപ്പ് ദേവതയായിട്ട്, അതിനകത്ത് ഈ അപ്പിൻ്റെ സത്തായിട്ട് എന്നുള്ള ദേവതകളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവിടെ ജീവേനാത്മന എന്നുള്ളത്. അപ്പം നമ്മൾ ഇവിടെ ഈ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മമല്ലാത്ത എല്ലാം ജീവൻ എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. അതായത് ഓരോ ദേവതയും ജീവനാണ് എന്നുള്ളത്. അല്ലാതെ ദേവത വേറെ, ജീവൻ വേറെ, പിന്നെ ബ്രഹ്മം വേറെ, ഇങ്ങനെ 3 ഇല്ല. ജീവൻ തന്നെ ഇവിടെ ജീവാത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രഹ്മലോക പര്യന്തം അവിടെ എല്ലാവരും ഈ ജീവാത്മ എന്ന ഗണത്തിൽ തന്നെയാണ് പെടുന്നത്. അത് ഏത് ലോകത്തിലാവട്ടെ എന്നുള്ളത്, ഏത് രൂപത്തിലുള്ളതാവട്ടെ എന്നുള്ളത്. ഒരു ജീവി എന്ന് പറയുമ്പോൾ ഈ സോപാധികമായി കഴിയുമ്പോൾ ജീവി എന്ന് പറയുന്നത് സ്ഥൂല ശരീര ഉപാധിയെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ദൃഷ്ടിയിൽ ഓരോ ജീവികളുടെ ഭേദകൽപ്പന കൊടുത്തിരിക്കുന്നത്. ആ സ്ഥൂല ശരീര ഭേദം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സൂക്ഷ്മ ശരീരാഭിമാനികളും ഒരുപോലെയാണ് ഇരിക്കുന്നത്. എല്ലാ സൂക്ഷ്മ ശരീരാഭിമാനികളും, അവിടെ അതിനകത്ത് ഭേദമൊന്നുമില്ല. സ്ഥൂല ശരീര ദൃഷ്ടിയിൽ മാത്രമാണ് ഈ കാണപ്പെടുന്ന വിചിത്ര ഭേദങ്ങളെല്ലാം ഇവിടെ കാണുന്നത്. സൂക്ഷ്മ ശരീരാഭിമാനത്തിൻ്റെ തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ലോകത്തിലെ വ്യവഹാരത്തിന് വിധേയമായിട്ട് നിൽക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അവർക്ക് വിഭിന്ന ലോകങ്ങൾ, മറ്റു ലോകങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു മാത്രമേ. പിന്നീട് അവരുടെ ഗതി എന്ന് പറയുന്നത് അവരാർജിച്ചു വെച്ചിരിക്കുന്ന പുണ്യപാപങ്ങൾക്കനുസരിച്ചിട്ടാണ്. അത് പിന്നത്തെ വിഷയം. അപ്പം താവാനസ്യ മഹിമാ തതോ ജായാംശ്ച പൂരുഷഃ പാദോസ്യ സർവാ ഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി എന്ന് നമുക്ക് ചാന്തോക്യോപനിഷത്തിൽ 6:3-2 അതായത് ഈ പ്രപഞ്ചം അവൻ്റെ വിഭൂതിയാകുന്നു. താവാൻ അസ്യ മഹിമ, അസ്യ മഹിമ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മഹിമയാകുന്നു ഈ കാണപ്പെടുന്ന പ്രപഞ്ചം. ജായാംശ്ച പൂരുഷഃ,
പാദോസ്യ സർവാഭൂതാനി, ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. പാദഹാസ്യ സർവാഭൂതാനി, സർവഭൂതങ്ങൾ ഇവൻ്റെ പാദമാകുന്നു, ഒരു ഭാഗം എന്നുള്ളത്. പാദം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം എന്ന് പറയുന്നത്, നാലിലൊന്നിനെയാണ് പാദം എന്ന് പറയുന്നത്, ഒരു ഭാഗമാകുന്നു. ത്രിപാദസ്യാമൃതം ദിവി, അസ്യ ഇവൻ്റെ ത്രിപാദം, ഇവൻ്റെ 3 പാദങ്ങൾ അമൃതം ദിവിയിലാണ്, ദിവി ദേവലോകെ അല്ലെങ്കിൽ ദിവ്യതയിൽ ആണ് വർത്തിക്കുന്നത്. അമൃതം ആണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതിയില്ലാത്ത നിത്യമായിട്ടുള്ളത്. മൃതി എന്ന് പറയില്ലാത്തത് നിത്യമായിട്ടുള്ളത്. നിത്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ സാധ്യമാകത്തുള്ളൂ, സത്യമായിട്ടുള്ളതിന് മാത്രമേ നിത്യത്വം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഈ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അവിടെ അതുകൊണ്ട് കൃഷ്ണം ബ്രഹ്മ ജഗത്തായി എന്ന് പറയുക സാധ്യമല്ല. മുഴുവൻ ബ്രഹ്മവും ജഗത്തായി എന്ന് പറയുന്നത് സാധ്യമല്ല. അംശാംശി ഭേദം ഇവിടെ നിരവയത്വമുള്ളതുകൊണ്ട് അംശാംശി ഭേദമായതുകൊണ്ട് ഒരംശം ബ്രഹ്മമായി ബാക്കിയുള്ളത് ബ്രഹ്മം, ഒരംശം പ്രപഞ്ചമായി ബാക്കിയുള്ളത് ബ്രഹ്മമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതും സാധ്യമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അർദ്ധജരി എന്ന് പറഞ്ഞിരിക്കുന്നത് പകുതി മൃത്യുവിന് വിധേയമായിട്ടുള്ളതും പകുതി അമൃതമായിട്ടുമുള്ളതെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് പാദോസ്യ സർവാ ഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വ്യാവഹാരിക സത്യമായിട്ട് എടുക്കരുതെന്ന് സാരം. അത് മന്ത്രത്തിലുള്ള പ്രയോഗമാണ്, അത് ജ്ഞാനത്തിൽ കാണുന്നതാണ്, അല്ലാതെ വ്യവഹാരത്തിൽ കാണുന്നത് അല്ല എന്ന് സാരം. ആ വ്യവഹാരത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇവിടെ ഈ അർത്ഥജരി എന്ന് പറയുന്നത് വരും. അപ്പോൾ അർത്ഥജരി ന്യായം പറയും. അതായത് അണ്ടഹ അർദ്ധം, അണ്ടസ്യ അർത്ഥം എന്തിനാണെന്ന് പചനായ പകുതി, പിന്നെ അർത്ഥസ്യ അണ്ടം, പിന്നെ പ്രജനനായ പകുതി എടുത്തിട്ട് ഈ എന്താ പറയുക അടവെക്കുകയാണ്, പിന്നെ പകുതി എടുത്തിട്ട് പിന്നെ പാകം ചെയ്യുകയാണ്. ഇത് രണ്ടും കൂടെ സാധ്യമല്ലല്ലോ. അതിനാണ് ഇങ്ങനെ പകുതി എന്നുള്ളത്, അതൊന്നും ഇവിടെ സാധ്യമല്ല എന്നുള്ളത്. ഒരു വ്യക്തിയുടെ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ മൃതവും ഈ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഭാഗങ്ങൾ ഒരു വ്യക്തിയുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അതുപോലെ ബ്രഹ്മത്തിൻ്റെ ശരീരത്തിൽ ബ്രഹ്മവും ഉണ്ട് എന്നുള്ളത് എടുക്കരുത്. അത് ജീവനുള്ള ബ്രഹ്മവും ജീവനില്ലാത്ത ബ്രഹ്മവും. ചിലർ പറയുന്നത് ജീവനുള്ള ഈശ്വരൻ. എന്താണ് ജീവനുള്ള ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ജീവനുള്ള ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവിൻ്റെ സ്ഥാനമേ ജീവനുള്ള എല്ലാത്തിനും കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ജീവൻ ഉള്ളത് ആർക്കുള്ളത്? ആർക്കാ ജീവനുള്ളത്? അതായത് ജീവന് സ്ഥൂലശരീരവും സൂക്ഷ്മശരീരവും കാരണവ ശരീരവും എന്ന് പറയുന്ന 3-ലേതെങ്കിലും ഒന്നുണ്ട് എങ്കിൽ മാത്രമേ അവിടെ ഈ പറഞ്ഞ നിർവചനം സാധ്യമാവത്തുള്ളൂ എന്നാണ്. പിന്നെ അല്ലപ്പം ജീവനില്ലാത്ത ഈശ്വരൻ, ജീവനല്ല ഈശ്വരൻ ജീവനല്ല എന്നാണ് എടുക്കേണ്ടത്. ജീവനുള്ള ഈശ്വരൻ ജീവനില്ലാത്ത ഈശ്വരനും അല്ല, പകരം ഈശ്വരൻ ജീവൻ അല്ല. ആ ഈശ്വരൻ ജീവനല്ല എന്നുള്ളതാണ് നമ്മൾ ഈ തരഹ എന്ന് പറഞ്ഞ കഴിഞ്ഞ സൂത്രം കണ്ടത്. ആ ഒരു സൂത്രത്തിനകത്ത് അർത്ഥം വളരെ വിശദമാണ്, വളരെ വലുതാണ്. അത് വെച്ചിട്ട് വലിയ എന്താണ് വലിയ ഈ ആൾക്കാർ കൊണ്ടു നടക്കുന്ന വലിയ വാദങ്ങൾ തന്നെ അവിടെ ഒറ്റ സൂത്രത്താൽ നിരസിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ വലിയ അർത്ഥങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, കാരണം ആവശ്യമില്ലാത്തത് കൊണ്ട്. നമുക്കറിയാം, നമ്മുടെ അറിവ് നമ്മുടെ കൈ വെച്ചാൽ നമ്മൾ എന്തിനാണ് എടുത്തു പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് മാത്രം പറയണ്ട എന്നുള്ളത് കൊണ്ടാണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഇതരഹ എന്ന് പറയുന്ന ഒരു കാര്യം മതി. അവിടെ ഈശ്വരൻ ജീവനല്ല എന്ന് സാരം. ഈശ്വരനെ വേറെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതരഹ എന്ന് പറഞ്ഞിരിക്കുന്ന സൂത്രം എത്ര നമ്പർ? എവിടെയോ നമ്മൾ കണ്ടിരുന്നില്ല, മുമ്പ് എവിടെയോ ഉണ്ടായിരുന്നു. ഇതര വ്യപദേശ, ഈ അധികരണം തന്നെ അങ്ങനെയാണ്. ഇതര വ്യപദേശ എന്നുള്ള അധികരണത്തിന് ഇതര ശബ്ദം അവിടെയാണ്. ജീവൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ജീവനുള്ള ഈശ്വരൻ എന്നൊക്കെയുള്ള പ്രയോഗം അവിടെ ശരിയല്ല എന്ന് സാരം. അപ്പം പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ ജീവൻ ഈശ്വരൻ എന്താണ് ഇതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ഈ സങ്കല്പങ്ങളൊക്കെ. അവിടെ ആ സങ്കല്പങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരിടത്ത് കാണിക്കണ്ടായി. അവനവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആവാഹിച്ച് പുറത്തേക്ക് ഇരുത്തുന്നു, പിന്നെ അവിടുന്ന് തിരിച്ച് ആവാഹിച്ച് ഉള്ളിലേക്ക് എത്തുന്നു. ഈ മാതിരിയുള്ള സങ്കല്പങ്ങൾ കൊണ്ടാണ് ഈശ്വര സങ്കല്പങ്ങൾ സാധ്യമാണ് എന്ന് പറയുന്നത്. ഈശ്വര സങ്കല്പങ്ങൾ സാധ്യമാണ്. അതുകൊണ്ട് ബ്രഹ്മം അതാണ് എന്നല്ല അതിൻ്റെ അർത്ഥം.
അതുകൊണ്ടാണ് പറഞ്ഞത് അജ്ഞനും വിജ്ഞനും സങ്കല്പം സാധ്യമാണെന്നുള്ളത്. അജ്ഞനും അല്പജ്ഞനും വിജ്ഞനും സർവജ്ഞനും അവിടെ ഈശ്വരനെക്കുറിച്ച് സങ്കല്പം സാധ്യമാണ്. അതുകൊണ്ട് സർവജ്ഞന്മാരായിട്ടുള്ള ഋഷിമാരൊക്കെ ഈശ്വരന്മാരെക്കുറിച്ച് സങ്കല്പം അവർക്ക് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സങ്കല്പം ഉണ്ടാക്കി തരുന്നതൊക്കെ സാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അറിവും ഇല്ലാത്തവർക്കും ഈശ്വരനെക്കുറിച്ച് സങ്കല്പിക്കാൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ സങ്കല്പം സാധ്യമാണെന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല, നമുക്ക് ഈ ജീവജാലങ്ങൾക്ക് ഈശ്വരനെക്കുറിച്ച് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ പൊതുദൃഷ്ടിയിൽ നമുക്ക് അവർക്ക് സങ്കല്പമില്ല എന്ന് പറയും. പക്ഷേ പുരാണങ്ങളുടെ ദൃഷ്ടിയിലാണെന്നുണ്ടെങ്കിൽ അത് സാധ്യമാണെന്നുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ജഡഭരതൻ്റെയൊക്കെ കഥയിൽ മാനായിട്ട് നിൽക്കുകയും മാനായിട്ട് ജനിച്ചിട്ട് ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കഥകൾ നമുക്ക് ഈ മൃഗങ്ങൾ പോയിട്ട് പ്രദക്ഷിണം ചെയ്യുന്നതുമൊക്കെ ആയിട്ടുള്ള കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെയുള്ള സങ്കല്പം മൃഗങ്ങൾക്ക് സാധ്യമാണ് എന്നുള്ളത് പുരാണങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ വ്യവഹാരത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല എന്നുള്ളത്. പക്ഷേ ചിലയിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ജന്തുക്കൾ വന്നിട്ട് ഈ മാതിരി ചില പ്രത്യേക ക്ഷേത്രങ്ങളിൽ വന്നിട്ട് ജന്തുക്കൾ പല രീതിയിൽ അവരുടെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരൊരു പ്രാർത്ഥന ചെയ്യുന്നത് പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പല വീഡിയോകളിലും കാണാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് വീഡിയോകളും അങ്ങനത്തേതും ഉണ്ട് എന്ന് സാരം. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് സത്യത്വം എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്കതിൻ്റെ അറിയേണ്ട കാര്യം വരുന്നില്ല. കാരണം പുരാണങ്ങളിലുള്ളത് നമ്മൾ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല എന്നർത്ഥം. പിന്നെ പുരാണങ്ങളിൽ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് അത് നമുക്ക് സ്വീകരിക്കേണ്ട എന്ന് പറയത്തക്ക തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, കാരണം നമ്മളെ ഈ വിശ്വാസം, ഈശ്വര വിശ്വാസത്തിലുള്ളവരായതുകൊണ്ട് അത് നമുക്ക് സ്വീകരിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞല്ല. അതായത് ഇപ്പം ചുരുക്കത്തിൽ ഇപ്പോൾ ഇവിടെ എന്താണ്, ബ്രഹ്മം ശ്രുതിയിൽ കൂടെ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. സങ്കല്പത്താൽ ഉണ്ടാക്കി ആരാധിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. സങ്കല്പത്താൽ ഉണ്ടാക്കി ആരാധിക്കുക നമുക്ക് ഈശ്വരനെ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈശ്വരനെ ഒരാൾ സങ്കല്പിച്ചു കുറച്ച് കഴിയുമ്പോൾ ആ ഈശ്വരൻ്റെ ശരിയല്ല എന്ന് തോന്നിയിട്ട് വേറെ ഈശ്വരനെ സങ്കല്പിക്കും. അതും കഴിഞ്ഞിട്ട് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന, വേറെ വിഭാഗം ആൾക്കാർ പറഞ്ഞിരിക്കുന്ന, വേറെ ദേശത്ത് ഉള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ഈശ്വര സങ്കല്പത്തിലേക്ക് അവർ ഈശ്വരൻ എന്നുള്ള വാക്കിന് വേറെ വാക്ക് പ്രയോഗിച്ചു. അതായിരിക്കും സത്യം എന്നുള്ള വിശ്വാസം കൊണ്ട് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇതൊരു വിശ്വാസമായിരുന്നു, ഇത് മാറിയിട്ട് അതൊരു വിശ്വാസത്തിലേക്ക് പോകുന്നു. വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് പോകുന്നവന് എന്ന് സാരം. ഇത് വിശ്വാസമായിരുന്നു, ഇത് അയഥാർത്ഥമായിരുന്നു, അതാണ് സത്യം എന്ന് വിശ്വസിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നവർ പോട്ടെ എന്നുള്ളതല്ലാണ്ട് അതിനകത്ത് നമുക്ക് വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് നമുക്ക് അവിടെ പറയാമെന്ന് മാത്രമേ സാധ്യമാവത്തുള്ളൂ. കാരണം അവനവൻ്റെ കർമ്മഫലം, അവനവൻ്റെ യോഗ്യത, ഇതൊക്കെയാണ്. സ്ഥാണുമന്യേനു സംയന്തേ യഥാ കർമ്മ യഥാശ്രുതം എന്നുള്ള അറിവിനും കർമ്മത്തിനും അറിവിനനുസരിച്ച് അവനവൻ്റെ അനുഭവിച്ചു തരാനുള്ള പ്രാരബ്ധത്തിനനുസരിച്ച് ദുരിതം അനുഭവിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരാലും തടുക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. അതായത് ഇത് പറയുന്നുണ്ട്, ഈ ശ്രീരാമചന്ദ്രന് ഈ വില്ല് ഊന്നിയപ്പോൾ ആ വില്ലിൻ്റെ അടിയിൽ ഒരു തവള ഇരുന്നു. അപ്പം തവള ഇരുന്നിട്ട് അങ്ങനെ ഒരു കഥ, സത്യമാണോ ഇല്ലയോ എന്നറിയത്തില്ല. അപ്പോൾ ആ തവളയുടെ ദേഹത്ത് വേദനിച്ചു. തവളയെ വേദനിച്ചു കഴിഞ്ഞപ്പം തവളയൊന്നും പറഞ്ഞില്ല, മിണ്ടിയില്ല. ഭഗവാൻ വില്ലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തവളയെ കണ്ടിട്ട് പറഞ്ഞ് തവളയോട് ചോദിച്ചു, എനിക്കൊന്ന് ശബ്ദം വെച്ചുകൂടായിരുന്നു. അപ്പം തവള പറഞ്ഞു എന്ന്, എല്ലാവരും ഓരോരുത്തർ ദുഃഖം കൊടുക്കുമ്പോൾ അവർ ഈശ്വര എന്ന് വിളിച്ചിട്ടാണ് അവർ ആ ദുഃഖത്തിന് ഈശ്വരനെയാണ് വിളിക്കുന്നത്. ആ ഈശ്വരൻ തന്നെ എനിക്ക് ദുഃഖം തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ആരെയെ വിളിക്കുക എന്നൊരു തവള ചോദിച്ചതായിട്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ മാതിരി ഇവിടെ അവനവൻ്റെ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസമാണ് ഈശ്വരനെ കുറിച്ച് എല്ലാവർക്കും ഉള്ളതെന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ബലമാണ്, അതിനനുസരിച്ച് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വിശ്വാസം തെറ്റാണെന്നല്ല പറയുന്നത്, ആ വിശ്വാസം സാധ്യമാണ് എന്നാണ് പറയുന്നത് ഈശ്വരനെക്കുറിച്ച്. അതേസമയം ബ്രഹ്മത്തെക്കുറിച്ച് അപ്രകാരം വിശ്വാസം സാധ്യം അല്ല എന്നും കൂടെയാണ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പം മുമ്പ് പറഞ്ഞല്ലോ, സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഒന്നുകൂടെ പറയാം,
ഇപ്പോൾ സങ്കല്പിച്ച് തന്നെ സൃഷ്ടി സാധ്യമാണ് എന്നുള്ളത്. അതായത് പരാപേക്ഷത്വം, ഇവിടെ മുമ്പ് പറഞ്ഞ വാക്കുണ്ടല്ലോ ഉപസംഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ ഉപകരണങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ സൃഷ്ടി സാധ്യമാകുന്നു എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞത് ക്ഷീരവത്ത് എന്ന് പറഞ്ഞു, ബ്രഹ്മം തന്നെ സൃഷ്ടിയാകുന്നു, സൃഷ്ടം ആയ പ്രപഞ്ചമാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സമ്പൂർണമായ ബ്രഹ്മം പ്രപഞ്ചമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല എന്ന് പറഞ്ഞു. അതിനാണ് ഈ ദേവതകളുടെ ഇപ്പം നമ്മൾ പറഞ്ഞ തതോന്നമഭിജായതയെ തുടങ്ങിയിട്ടുള്ള രീതിയിൽ ദേവതകളെ സങ്കല്പിച്ചു, അനേന ജീവാത്മന പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഉടൻ തന്നെ ഇത് മുഴുവൻ ബ്രഹ്മവും ആയി എന്നർത്ഥമില്ല. ഭാഗമായിട്ട് മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവയവത്വം, ശബ്ദകോപം തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു അംശം ജഡമായിട്ട് മാറുകയും മറ്റേ അംശം സത്തായിട്ട് മാറുകയും ചെയ്യുക, അങ്ങനെ പറഞ്ഞിട്ടുള്ളതും സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ വെറും സങ്കല്പം കൊണ്ട് സാധ്യമാകുന്നു എന്ന് പറയുന്നതിന് ഒരു സൂത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മനി ചൈവം വിചിത്രാശ്ചഹി. നമ്മൾ സ്വപ്നം കാണുന്നില്ലേ, സ്വപ്നത്തിൻ്റെ ഉദാഹരണം ഇവിടെ എടുത്തിരിക്കുകയാണ്. ആത്മനിച്ച അവനവനിൽ ഏവം എന്ന്, ആത്മനിച്ച ഏവം ഇപ്രകാരം. ആത്മനി എന്ന് പറയുമ്പോൾ അവനവനിൽ നിന്ന് എടുക്കണം, അല്ലാതെ പരമാത്മാവിൽ നിന്നും ജീവാത്മാവിൽ നിന്നും അർത്ഥം എടുക്കണ്ട. ആത്മനി അവനവനിൽ വിചിത്രാശ്ച വിചിത്രങ്ങളായ സൃഷ്ടികൾ എന്ന്. അപ്പോൾ അതേമാതിരി ദേവാദികളിലും എന്നുള്ള രീതിയിൽ, അതായത് ഇവിടെ ഈ പലവിധ സൃഷ്ടികൾ ഇവിടെ സാധ്യമാകുന്നുണ്ട് എന്ന്. അപ്പം അതിനുള്ള ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. ന തത്ര രഥ ന രഥയോഗ ന പന്ഥാനോ ഭവന്ത്യഥ രഥാൻ രഥയോഗാൻ പഥഃ സൃജത്തെ എന്ന്. ബൃഹദാരണ്യം കാണാം. സ്വപ്നാവസ്ഥയിൽ ശരീരാന്തർഭാഗത്ത് വസിക്കുന്ന ജീവാത്മാവ് അവിടെ തേരുകളോ അതിൽ കെട്ടാൻ കുതിരകളോ സഞ്ചരിപ്പാൻ മാർഗങ്ങളോ ഒന്നുമില്ലാതിരിക്കെ, ജീവാത്മാ എന്ന് പറഞ്ഞാൽ ദൃഷ്ടാവെന്നുള്ള അർത്ഥമുള്ളൂ അല്ലെ, ഭോക്താവും ദൃഷ്ടാവും കർത്താവുമായിട്ടിരിക്കുന്ന ആളിനെയാണ് ഇവിടുത്തെ ജീവാത്മാ എന്ന് പറഞ്ഞാൽ, അതായത് ആ വ്യക്തി. അത് അപ്പം സ്ഥൂല ശരീരാഭിമാനം വിട്ടു, സ്ഥൂല ശരീരാവബോധമില്ല, സ്ഥൂല ശരീരത്തിൽ വെച്ചുകൊണ്ട് സ്ഥൂലശരീരം വിട്ടതോടുകൂടിയിട്ട് പിന്നെ ഈ കാണപ്പെടുന്ന ജാഗ്രത അവസ്ഥയില്ലാത്തതുകൊണ്ട് ജാഗ്രത് ലോകവും വിട്ടു. ജാഗ്രത അഭിമാനി എന്ന് പറയുന്ന ആളില്ലിപ്പോൾ. പിന്നെ ഇപ്പോൾ ആരാ ഉള്ളത്? പിന്നെ ഉള്ളത് ആ ഏതൊരുവനായിരുന്നോ ജാഗ്രത അഭിമാനി, അവനിപ്പോൾ സ്വപ്നാഭിമാനിയാണ്, സ്വപ്നാവസ്ഥയാണ്, ആ അവസ്ഥയിൽ അഭിമാനിക്കുന്നവൻ. അപ്പോൾ സ്വപ്നാവസ്ഥയിൽ അഭിമാനിക്കണമെന്നുണ്ടെങ്കിൽ സ്വപ്നം ഉണ്ടെങ്കിൽ മാത്രമേ സ്വപ്നാവസ്ഥയിൽ അഭിമാനിക്കാൻ പറ്റത്തുള്ളൂ. സ്വപ്നമൊന്നുമില്ല, പക്ഷേ ഞാൻ സ്വപ്നാഭിമാനിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഞാനിപ്പോൾ തൈജസ്സനാണ്, പക്ഷേ സ്വപ്നമൊന്നും കാണുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. സ്വപ്നം കാണുമ്പോഴേ തൈജസ്സനുള്ളൂ എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് അഭിമാനം ആയിട്ടിരിക്കുമ്പോൾ മാത്രമാണ്, അതായത് സ്ഥൂല ശരീരം വിട്ടിട്ട് സൂക്ഷ്മ ശരീരം അഭിമാനിയായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് തൈജസ്സൻ എന്നുള്ള ശബ്ദത്തിന് പ്രസക്തി ഉള്ളത്. അപ്പോൾ ആ അവസ്ഥയിൽ, അതാണ് സ്വപ്നാവസ്ഥയിൽ ശരീരാന്തർഭാഗത്തിൽ ഈ തൈജസ് എന്ന പേരിൽ ഈ അഭിമാനി ഇരിക്കുമ്പോൾ അവിടെ രഥാഹ രഥയോഹ ന പന്ഥാനഹ ഭവന്തി. അവിടെ ഈ രഥമോ, അതായത് ജാഗ്രതയിൽ കാണുന്ന രഥമോ പന്ഥ മാർഗമോ പിന്നെ രഥയോഗമോ, രഥയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രഥത്തിൽ കെട്ടാൻ വേണ്ടുന്ന കുതിര, പിന്നെ അത് രഥത്തിനോട് യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന അതൊന്നുമില്ല എങ്കിൽ കൂടിയും രഥാൻ രഥയോഗാൻ പഥാസൃജത്തെ, അവിടെ രഥങ്ങളെയും രഥങ്ങളെയും അത് നമ്മളിപ്പോൾ മഹാഭാരത യുദ്ധം ഇങ്ങനെ സ്വപ്നം കാണുകയെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് നമ്മളാണെങ്കിൽ ഒരാൾ നമ്മളുമാണ് അതിനകത്ത് ഒരാൾ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ ഈ ആവേശം കാരണം ഇത് വില്ലെടുത്തുനിന്ന് മഹാഭാരത സീരിയലിൽ കണ്ടിട്ട് ആവേശം കണ്ടിട്ട് സ്വപ്നം കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർ കാണുമല്ലോ രാത്രി ഇരുന്നുകൊണ്ട് ഈ ക്രിക്കറ്റിൻ്റെ പിന്നെ ഫുട്ബോളിൻ്റെ ഒക്കെ കളിക്ക് അടിക്കുന്ന കാല് വെച്ചടിക്കുകയും കൈ വെച്ചടിക്കുകയും ഒക്കെ ചെയ്യുന്നത് മാതിരി ഈ വ്യക്തി അന്നത്തെ കാലത്ത് ഇതാണ് മഹാഭാരതം കഥയൊക്കെ കണ്ടിട്ട് കഥ കേൾക്കുകയും കാണുകയും ഇതൊക്കെ ഉണ്ടല്ലോ, അന്ന് കാണിക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എല്ലാം കണ്ടതിന് ശേഷം രാത്രി കിടന്ന് സ്വപ്നം കാണുകയാണ് ഇവനും തേരിലിരുന്നു കൊണ്ട് ഈ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഒക്കെ പ്രയോഗിക്കുന്നു. അപ്പോൾ എന്തൊക്കെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. രഥങ്ങൾ രഥയോഗാൻ പഥഃ കാണുന്നുണ്ടല്ലോ. അവിടെ എന്താവശ്യം വന്നത്? ഒരാവശ്യവും ഉണ്ടായില്ല, മറ്റ് പരാപേക്ഷത്വം ഇല്ല എന്ന്, ഉപകരണങ്ങളുടെ ആവശ്യത്വം ഉണ്ടായിരുന്നില്ല.
ഇപ്പോൾ ഇപ്രകാരമെല്ലാം പറഞ്ഞ ശേഷം പറയുകയാണ്, ഇപ്പോൾ ആരാണ് മുന്നിലിരിക്കുന്നത്? സാഖ്യന്മാരും ഒക്കെയാണ് മുന്നിലിരിക്കുന്നത്. അവരാണ് പറഞ്ഞിരിക്കുന്നത് ഈ സൃഷ്ടിക്ക് വേണ്ടുന്ന തരത്തിൽ നിങ്ങളിങ്ങനെ ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. പ്രധാനമാണ് സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളത് എന്ന് പ്രധാനത്തെ പരാമർശിച്ചുകൊണ്ട് സാഖ്യന്മാർ പറയുന്നു. അതിനെ അവിടെ നിഷേധിച്ചിട്ടാണ് നമ്മൾ ബ്രഹ്മം തന്നെയാണ് സൃഷ്ടി ഹേതുവായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അണുക്കളാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്ന വൈശേഷികന്മാർ അവരുണ്ട്. ബ്രഹ്മമല്ല പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളത്, അണു ആണ് എന്നുള്ളത്. ആ അണു 2 അണു ചേർന്നിട്ട് 3 അണു ആകുന്നു, 3 അണു ചേർന്നിട്ട് ഇങ്ങനെ അണുസംയോഗാ പ്രപഞ്ച സൃഷ്ടി എന്നുള്ള രീതിയിൽ അണുവാദികളെന്ന് പറയും. അതിനെയാണ് വൈശേഷികന്മാരെന്ന് പറയുന്നത്. അവരും ഈ ഇതുണ്ടല്ലോ ന്യായം വൈശേഷികൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ദാർശനികന്മാരാണ് അവർ. അപ്പോൾ അവരും ഇപ്പം ന്യായക്കാരും അവരും ഒന്നിച്ചാണ് പോകുന്നത്. അവർ രണ്ടുപേരുടെയും ഒരേ വാദം തന്നെയാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്നതിനാണ് നമ്മളിപ്പോൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഇപ്രകാരം ഇതാണ് ഈ കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുകയാണ് സ്വപക്ഷദോഷാച്ഛായൻ. നിങ്ങളിങ്ങനെ ഈ ബ്രഹ്മത്തിന് സൃഷ്ടി സാധ്യമല്ല, അതിനകത്ത് അതായത് നിരവയവത്വമുള്ളത് കൊണ്ട് നിരവയവത്വം പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി സാധ്യമല്ല, സമ്പൂർണമായിട്ടും സൃഷ്ടിക്കപ്പെട്ടു പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ ദോഷങ്ങളും കൊണ്ട് വന്നാൽ ഇത് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളവയ്ക്ക് തന്നെ ദോഷം വരും. അതാണ് അവരുടെ സ്വപക്ഷത്തിന് ദോഷം വരുന്നതാണ് നിങ്ങളുടെ വാദം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സാഖ്യ വൈശേഷിക സ്വപക്ഷദോഷാച്ച സൂത്രം 29. സാഖ്യ സ്വപക്ഷദോഷാ, സ്വന്തം പക്ഷത്തിനും ദോഷം വരും. സാഖ്യ വൈശേഷിക പക്ഷങ്ങളെ പറയുന്നവർക്ക് നിരവയവമായ പ്രധാനം, അവരുടെ പ്രധാനം നിരവയവമാണ്. അതേമാതിരി വൈശേഷികന്മാരുടെ അണുവും നിരവയവമാണ്. ആ നിരവയവമായിട്ടുള്ള അണുവിന് പ്രപഞ്ച സൃഷ്ടിക്ക് സാധ്യമാണെന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയേണ്ടി വരും. അതേമാതിരി നിരവയവമായിട്ടുള്ള പ്രധാനം പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പം പിന്നെ അതെങ്ങനെ സാധ്യമാകുന്നു? അതിന് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നിരവയവമായ ബ്രഹ്മത്തിൽ നിന്നും പ്രപഞ്ച സൃഷ്ടി സാധ്യമല്ല എന്ന് പറയുന്നത് നിരവയവത്വമുണ്ട് എന്ന് പറയുന്ന ദോഷം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നവിടെ തർപ്പിച്ചു പറയുകയാണ്. സ്വപക്ഷദോഷ എന്ന് പറയുന്നത്. ഇനിയും സാഖ്യന്മാർ പറയുകയാണ് ഞങ്ങളുടെ പ്രധാനം നിരവയവമല്ല, അതിനകത്ത് പിന്നെ 3 ഗുണങ്ങളുണ്ട്. അപ്പോൾ അവരുടെ 3 ഗുണങ്ങൾ, അവരുടെ 3 ഗുണങ്ങളെ 3 ഘടകങ്ങളായിട്ട് പറയണം. 3 ഘടകങ്ങൾ, സത്വം രജസ് തമസ്, ഈ 3 ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രധാനത്തിന് നിരവയവത്വം എന്ന് പറയുന്നത് പറയാൻ പറ്റത്തില്ല, സാവയവത്വമായി. നിരവയവത്വം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവയവത്വം ഇല്ല, അതെല്ലാം കൂടി ഏകീഭവിച്ച് കടന്നിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഏകീഭവിച്ച് കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിരവയവത്വം എന്ന് പറയുന്നതിനകത്ത് ഒരു എന്താണ് പ്രകടമാവാത്തത് എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന്. പക്ഷേ ഒരു ദോഷം വരുന്നുണ്ട്. ആ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി സാധ്യമാവണമെന്നുണ്ടെങ്കിൽ സത്വഗുണവും തമോ ഗുണവും, അത് പ്രധാനം, ഇവരുടെ പ്രധാനമാണ്. സാഖ്യന്മാരുടെ പ്രധാനത്തിലെ സത്വഗുണവും 3 ഗുണങ്ങളുണ്ടല്ലോ, സത്വഗുണവും തമോ ഗുണവും രജോ ഗുണവും. അപ്പോൾ ഈ 3 ഗുണങ്ങളും കൂടി നിൽക്കുന്ന പ്രധാനത്തിന് സൃഷ്ടി സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഒരു ഗുണം മറ്റൊരു ഗുണത്തോട് ചേർന്നെങ്കിൽ മാത്രമേ സാധ്യമാവത്തുള്ളൂ. ഇതിനകത്ത് ഞങ്ങൾക്ക് നിരവയവമായിട്ടാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ നിരവയവമായിട്ട് എന്നൊന്നും കിടക്കത്തേ ഉള്ളൂ, സൃഷ്ടി സാധ്യമാവത്തില്ല. സാധ്യമാവണമെന്നുണ്ടെങ്കിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും കൂടി യോജിക്കണം എന്ന്. മറ്റവരുടെ ത്രിഗുണം കണങ്ങൾ യോജിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കണങ്ങൾ യോജിക്കുന്ന പോലെ ഇവരുടെ ഗുണങ്ങൾ യോജിക്കണം. ഗുണങ്ങൾ യോജിക്കണമെന്നുണ്ടെങ്കിൽ 3 ഗുണം 3ആയിട്ട് നിന്നെങ്കിലല്ലേ ഗുണങ്ങൾ യോജിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മാതിരിയുള്ള വാദങ്ങൾ കൊണ്ട് ഞങ്ങളുടെ പ്രധാനം നിരവയവമാണ്, ഞങ്ങളുടെ പ്രധാനത്തിൽ 3 ഗുണങ്ങളുണ്ട്, ആ 3 ഗുണങ്ങൾ പരസ്പരം യോജിക്കും. അങ്ങനെ നിങ്ങൾ നിരവയവമാണെങ്കിൽ പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് 3 ഗുണങ്ങളും 3 ഗുണങ്ങളുടെ യോജിക്കലും സാധ്യമാകുന്നത്? പണ്ടേ യോജിച്ച് കിടക്കുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് സൃഷ്ടി സാധ്യമാകുന്നത്? സൃഷ്ടിയില്ലായ്മയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് സൃഷ്ടി ഉണ്ടായതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ 3 ഗുണങ്ങൾ 3ആയിട്ട് നിന്നിട്ട് അവ യോജിക്കണം. അല്ലാതെ 3 കൂടെ ഒന്നിച്ചിപ്പോൾ യോജിച്ച് കിടക്കുകയാണല്ലോ, അപ്പം പിന്നെ സൃഷ്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പക്ഷത്തിന് തന്നെ, നിങ്ങൾ പറയുന്ന വാദങ്ങൾക്ക് തന്നെ ഇതിന് അടിസ്ഥാനമില്ലാത്തതായിട്ട് തീരും. അതുകൊണ്ട്
സ്വപക്ഷദോഷാത്തിൽ അവരെ നിരസിച്ചു. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ